സ്വർഗത്തിലെത്തണം. ആ സ്വർഗത്തിന്റെ ഉള്ളിൽ നമ്മൾ മാത്രം കടന്നാ പോരല്ലോ. ദുനിയാവിന്റെ നെറുകയിൽ അള്ളാഹു നമുക്ക് തന്ന കുടുംബവും കൂടി ആ സ്വർഗത്തിൽ ഉണ്ടാകുമ്പോഴാണ് സ്വർഗം സന്തോഷമാകുന്നത്. സ്വർഗമെന്ന് പറഞ്ഞാൽ തന്നെ സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും സങ്കേതമാണ്. ആ സ്വർഗത്തിന്റെ ഉള്ളിൽ അള്ളാഹു ദുനിയാവിൽ തന്ന ഭാര്യ കൂടെ ഉണ്ടെങ്കിൽ, ദുനിയാവിൽ അള്ളാഹു തന്ന ഭർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, ദുനിയാവിൽ അള്ളാഹു നമുക്ക് നൽകിയ അനുഗ്രഹമായ മക്കൾ കൂടെ ഉണ്ടെങ്കിൽ സ്വർഗം സന്തോഷമാണ് പ്രിയപ്പെട്ടവരെ. അതിനുവേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് തിരിച്ചറിഞ്ഞ് 12 മണിയാകുമ്പോൾ ദുആ ചെയ്ത് സന്തോഷത്തോടെ പിരിയും. 12 മണി വരെ ഇരിക്കൂലേ അല്ലേ? അതാ 12 മണി വരെ വേണ്ട, 11 മണി വരെ മതി എന്നാണ്. 12 മണി വരെ ഇരിക്കൂലേ ഇൻഷാ അല്ലാഹ്? 12 മണി വരെ ഉള്ളൂ. അതിനപ്പുറം നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ ഒന്ന് ചൂട്, 2 പോണ വഴിയിലേക്ക് ഇനി പാമ്പുണ്ടെങ്കിൽ അതും വിഷയമാണ്. ചൂട് കാരണം ഇപ്പോ നമ്മൾ വീട്ടിന്റെ പുറത്താണെങ്കിൽ അവര് താമസിച്ചുകൊണ്ടിരിക്കുന്ന മാളത്തിൽ നിന്ന് അവരും പുറത്താണ്. അപ്പൊ ചൂട് സഹിക്കാൻ വയ്യാത്ത ഒരു കാലഘട്ടം, വിഷജന്തുക്കൾ വരുമോ എന്ന പേടിയോടെ കഴിയുന്ന കാലഘട്ടം. അപ്പൊ അതുകൊണ്ട് ഒരുപാട് താമസിക്കണ്ട, 12 മണിയാകുമ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് ദുആ ചെയ്ത് പിരിയണം. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കട്ടെ. കുടുംബസമേതം സ്വർഗത്തിലെത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ഇന്നത്തെ രാത്രിയിൽ പൗവല് മഖാമിന്റെ പരിസരത്തിരുന്നിട്ട് നമ്മൾ തിരിച്ചറിയാൻ പോവാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ മദീന പള്ളി, ആ മദീന പള്ളിയുടെ പരിസരത്ത് സ്വഹാബത്തിന്റെ ഒരു സുപ്രധാന യോഗം നടക്കുകയാണ്. ആ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട, പ്രധാനപ്പെട്ട പ്രമേയം ഹബീബായ നബിതങ്ങളെ കുറിച്ച് പഠിക്കലാണ്. പുന്നാര നബിതങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി സ്വഹാബത്ത് പരിശുദ്ധ മദീന പള്ളിയുടെ പരിസരത്തൊരു യോഗം നടത്തുകയാണ്. ആ യോഗത്തിൽ നിന്ന് ഒരു സ്വഹാബി ചാടി എഴുന്നേറ്റ് സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഇപ്രകാരം ചോദിച്ചു: അള്ളാന്റെ ഹബീബിനെ കുറിച്ച് പഠിക്കണമെന്ന ചിന്തയോടെ ഇവിടെ ഒരുമിച്ച് കൂടിയ നാം ആരോട് ചോദിച്ചാൽ അള്ളാന്റെ റസൂലിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരും. ആ സ്വഹാബി ചോദിച്ചിട്ട് ഇരുന്ന ഉടനെ മറ്റൊരു സ്വഹാബി ചാടി എഴുന്നേറ്റു, സ്വഹാബത്തിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു കൊടുത്തു: അള്ളാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിന്റെ ഒരു സെക്കൻഡ് പോലും വിട്ടുപോകാതെ നമ്മുടെ മുമ്പിൽ വരച്ച് കാട്ടിത്തരാൻ ഇന്ന് ദുനിയാവിന്റെ നെറുകയിൽ ഒരൊറ്റ ആള് മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ. സ്വഹാബത്തിന് അത്ഭുതമായി, ആവേശമായി, അത്യാർത്തിയായി. മഹാന്മാരായ സ്വഹാബത്ത് ആ സ്വഹാബിയോട് ചോദിച്ചു: ആ മനുഷ്യൻ ആരാണ്? ആ മനുഷ്യൻ ലോകത്തിന്റെ എവിടെയുണ്ടെങ്കിലും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. എത്ര രാജ്യങ്ങൾ പിന്നിടേണ്ടി വന്നാലും, എത്ര കാലങ്ങൾ യാത്ര ചെയ്യേണ്ടി വന്നാലും, എത്ര സമ്പത്ത് ചെലവഴിക്കേണ്ടി വന്നാലും ശരി തന്നെ, ആ മനുഷ്യന്റെ മുമ്പിൽ പോയി ഹബീബായ നബിതങ്ങളെ കുറിച്ച് പഠിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്, തയ്യാറാണ് എന്ന് ആ സ്വഹാബിയോട് മഹാന്മാരായ സ്വഹാബത്ത് പറഞ്ഞു കൊടുക്കുമ്പോ ആ സ്വഹാബി പറഞ്ഞു കൊടുത്ത പേര് മറ്റാരുടെയും പേരില്ല, അള്ളാന്റെ റസൂലിന്റെ പരിശുദ്ധമായ ശരീരവുമായി പരിലംബനം നടത്തി കിടന്നുറങ്ങാൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത മഹദിയായ സയ്യിദത്തുനാ ബീബി ആയിഷ റളിയല്ലാഹു അൻഹ. ആയിഷ ബീബിയോട് ചോദിച്ചാൽ അള്ളാന്റെ റസൂൽ എന്താണെന്ന് നമ്മളോട് പറഞ്ഞു തരും. ആയിഷ ബീബി പ്രവാചകന്റെ ആരായിരുന്നു? ഭാര്യ. അതേ പ്രസംഗിക്കുന്ന ഞാനാകട്ടെ, ഇവിടെ ഇരിക്കുന്ന നേതാക്കന്മാരാകട്ടെ, ഇവിടെ ഇരിക്കുന്ന ഉസ്താദന്മാരാകട്ടെ, നിങ്ങൾ ഓരോരുത്തരുമാകട്ടെ, നിങ്ങളുടെ ജീവിതത്തിന്റെ രഹസ്യ പരസ്യങ്ങൾ ഒന്നുപോലും വിട്ടുപോകാതെ മറ്റുള്ളവരുടെ മുമ്പിൽ വരച്ച് കാട്ടിക്കൊടുക്കാൻ നമ്മളോടൊപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരൊറ്റ ആൾക്ക് മാത്രമേ കഴിയൂ. അത് നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാരാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ്സും ആരോഗ്യം കൊടുക്കട്ടെ. ആയിഷ ബീബിയോട് ചോദിച്ചാൽ അള്ളാന്റെ റസൂൽ എന്താണെന്ന് നമുക്ക് പറഞ്ഞു തരും. മഹാന്മാരായ സ്വഹാബത്ത് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് ആയിഷ ബീബിയോട് പറഞ്ഞു കൊടുക്കുന്നു: ഞങ്ങൾ കടന്നു വന്നത് എന്തിനെന്നറിയോ? അള്ളാഹുവിന്റെ റസൂലിനെ കുറിച്ച് പഠിക്കാനാണ്. പ്രവാചകന്റെ നോട്ടം എന്താണ്? പ്രവാചകന്റെ കേൾവി എന്താണ്? പ്രവാചകന്റെ സംസാരം എന്താണ്? പ്രവാചകന്റെ ചിന്ത എന്താണ്? പ്രവാചകന്റെ പിടുത്തം എന്താണ്? പ്രവാചകന്റെ നടത്തം എന്താണ്? പ്രവാചകന്റെ ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും എന്താണെന്ന് പഠിക്കാനാണ് ഞങ്ങൾ കടന്നു വന്നതെന്ന് മഹാന്മാരായ സ്വഹാബത്ത് മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു കൊടുത്തു.
കൊടുക്കുമ്പോ ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ മഹാന്മാരായ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? ഫൗവൽ മഖാം റൂസിന്റെ സുന്ദരമായ ഇൽമിന്റെ മജ്ലിസിൽ കടന്നു വന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ പ്രവാചകനെ കുറിച്ച് മഹാന്മാരായ സ്വഹാബത്തിനോട് പറഞ്ഞു കൊടുത്ത മറുപടി ഉണ്ടല്ലോ, ആ മറുപടി വന്നിരിക്കുന്ന ഏതെങ്കിലും ഭർത്താക്കന്മാർക്ക് തന്റെ ഭാര്യമാരെ കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ ഈ മഖാം റൂസിന്റെ പരിശുദ്ധമായ ഇൽമിന്റെ മജ്ലിസിൽ വന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, നിങ്ങളുടെ ഭർത്താക്കന്മാരെ കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ, മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ കുറിച്ച് പറയാൻ കഴിഞ്ഞാൽ ഉറപ്പാണ് 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 നിങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ തന്ന കുടുംബമുണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ തന്ന ഭാര്യമാരുണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ തന്ന ഭർത്താക്കന്മാരുണ്ടല്ലോ, നിങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ അനുഗ്രഹമായി തന്ന മക്കളുണ്ടല്ലോ, ആ മക്കളുമായി അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിന്റെ ഉള്ളിൽ കടന്നു പോകാമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനും അവന്റെ പ്രവാചകനും പറഞ്ഞു തരിക. മഹാന്മാരായ സ്വഹാബത്തിനോട് മഹദിയായ ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്ത മറുപടി എന്തെന്നറിയോ? സ്വഹാബത്തേ, എന്റെ പ്രവാചകന്റെ നോട്ടം എന്തെന്നറിയോ? എന്റെ പ്രവാചകന്റെ കേൾവി എന്തെന്നറിയോ? എന്റെ പ്രവാചകന്റെ സംസാരം എന്തെന്നറിയോ? എന്റെ പ്രവാചകന്റെ പിടുപ്പവും നടപ്പവും ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും എന്തെന്നറിയോ? സ്വഹാബാ, കാന ഖുലുഖുഹു അൽ ഖുർആൻ. എന്റെ പ്രവാചകന്റെ നോട്ടം ഖുർആൻ, എന്റെ പ്രവാചകന്റെ കേൾവി ഖുർആൻ, എന്റെ പ്രവാചകന്റെ സംസാരം ഖുർആൻ, എന്റെ പ്രവാചകന്റെ ചിന്തയും പിടുപ്പവും നടപ്പവും ജീവിതത്തിന്റെ ഓരോ സെക്കൻഡുകളും ഖുർആനാണെന്ന മഹദിയായ ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ പ്രവാചകനെ കുറിച്ച് പറഞ്ഞു കൊടുത്തെങ്കിൽ ഫൗവൽ മഖാമിന്റെ സുന്ദരമായ ഇൽമിന്റെ മജ്ലിസിൽ വന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ നമുക്ക് പറയാൻ കഴിയോ? നമ്മുടെ സ്വഭാവം ഖുർആനാണോ? നമ്മുടെ ഭാര്യമാരുടെ സ്വഭാവം ഖുർആനാണോ? നമ്മുടെ ഭർത്താക്കന്മാരുടെ സ്വഭാവം ഖുർആനാണോ? നമ്മുടെ മക്കളുടെ സ്വഭാവം ഖുർആനാണോ? എന്നാണോ നമ്മൾ ഖുർആനിനെ പുറങ്കാലുകൊണ്ട് ചവിട്ടിയെറിഞ്ഞത്? അന്നു മുതലാണ് ഈ സമുദായത്തിന് പരീക്ഷണങ്ങളുടെ കനൽപദങ്ങളിലൂടെ കടന്നു പോകുന്നത്. എവിടെ പോയാലും ഈ സമുദായത്തിന്റെ പരീക്ഷണമാണ്, എവിടെ ചെന്നാലും ഈ സമുദായത്തെ ഒറ്റപ്പെടുത്തുകയാണ്. മുസ്ലിമാണെന്ന് പറഞ്ഞാൽ മാറ്റി നിർത്തപ്പെടുന്ന കാലഘട്ടം, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അപവൽക്കരിക്കപ്പെടുന്ന കാലഘട്ടം, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ പല പേരും പറഞ്ഞ് ചാപ്പകുത്തുന്ന കാലഘട്ടം, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ഒറ്റപ്പെടുത്തുന്ന കാലഘട്ടം, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ നീതി നിഷേധിക്കപ്പെടുന്ന കാലഘട്ടം, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്ന കാലഘട്ടം, മുസ്ലിമാണെന്ന് പറഞ്ഞാൽ ആട്ടിപ്പായിക്കുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ അല്ലാഹുവിന്റെ സഹായം നമ്മളെ പേടിയപ്പണ്ട്, ഉടമസ്ഥനായ പടച്ച റബ്ബിന്റെ കാരുണ്യത്തിന്റെ നോട്ടം നമ്മളെ പേടിയപ്പണ്ട്. അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നറിയോ? വിശുദ്ധമായ ഖുർആനോട് ചേർക്കലാണ്, വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്തലാണ്, വിശുദ്ധമായ ഖുർആൻ അനുസരിച്ച് കുടുംബത്തെ മാറ്റലാണ്, വിശുദ്ധമായ ഖുർആൻ കൊണ്ട് ജീവിതത്തിന്റെ മാറ്റപ്പിരിപ്പിലുകൾക്ക് വിധേയമായ ഉറപ്പായിട്ടും ഉടമസ്ഥനായ പടച്ച റബ്ബ് നമ്മളെ സഹായിക്കും. അല്ലാഹുവേ, ഫൗവൽ മഖാം റൂസിന്റെ സുന്ദരമായ ഇൽമിന്റെ മജ്ലിസിൽ വന്ന ഞങ്ങൾക്ക് ഖുർആൻ അനുസരിച്ച് ജീവിതത്തെ ചിട്ടപ്പെടുത്താ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഹബീബായ നബി തങ്ങളെ കുറിച്ച് പഠിക്കണമെന്ന ചിന്തയോടെ കടന്നു വന്ന മഹാന്മാരായ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്ത മറുപടി എന്റെ പ്രവാചകൻ എന്ന് പറഞ്ഞ ഖുർആനാണ്. അപ്പൊ ഇത് പറയുമ്പോ ഇവിടെ വന്നിരിക്കുന്ന നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ ഒരു ചിന്ത, ഒരു ഉസ്താദെ 2026
ആധുനിക യുഗമാണ്. ഇന്റർനെറ്റിന്റെയും സൈബറിന്റെയും വല്ലാത്ത കടന്നുകയറ്റമുള്ള ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ എങ്ങനെയാണ് ഖുർആനനുസരിച്ച് ജീവിക്കുന്നത്? 24 മണിക്കൂറൊന്നും മാറ്റാൻ അല്ലാഹു പറഞ്ഞില്ലല്ലോ. ദുനിയാവിൽ 24 മണിക്കൂർ മാറ്റാൻ അല്ലാഹു പറഞ്ഞില്ല. ഫത്തഖുല്ലാഹ മസ്തതഅ്തും, നിങ്ങളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ ഉടമസ്ഥനായ പടച്ചറബിനെ സൂക്ഷിച്ച് ദുനിയാവിൽ ജീവിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ. നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളിൽ പലപ്പോഴും വരുന്ന ഒരു ചിന്തയാണ്, ഇങ്ങനെ ജീവിച്ചാൽ പറ്റൂല, ഇങ്ങനെ ജീവിച്ചാൽ പറ്റൂല, എനിക്ക് മാറണം, എനിക്ക് നന്നാകണം. നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും വരുന്നൊരു ചിന്തയാണ്. ആ ചിന്ത വന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. നന്നാകണം എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ വന്നാൽ, നിങ്ങളുടെ ഹൃദയത്തിൽ വന്നാൽ നിങ്ങൾ രക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ. അള്ളാഹു അങ്ങനെ നന്നാകണം എന്ന ചിന്തയോടെ ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും നിങ്ങൾ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ഒരു 3 സ്വലാത്ത് ഒന്ന് ഇഖ്ലാസോടെ ആർജവാകാൻ വേണ്ടി ഒന്ന് ചൊല്ലിക്കൂടെ? സല്ലല്ലാഹു അലാ മുഹമ്മദ്. കുറച്ചുകൂടെ അങ്ങോട്ട് നീക്കി വയ്ക്കൂ, ഷഗ്ഗലോട് അങ്ങോട്ട് നീക്കി വെച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം. സാധാരണ ഞാൻ നിന്നാണ് പ്രസംഗിക്കാറുള്ളത്, പക്ഷേ ഒന്ന് ചൂട്, വല്ലാത്ത ചൂടായതുകൊണ്ടാണ്. നമ്മുടെ ചർലടുക്കട ഭാഗത്ത് നിന്ന് ഷമീർ കൂട്ടുകാരൊക്കെ ഉണ്ട്. അവിടെ കഴിഞ്ഞ റമദാന് മുമ്പ് ഒന്ന് പ്രസംഗിച്ചപ്പോഴും നിന്നാണ് പ്രസംഗിച്ചത്. ഉസ്താദ് ഇപ്പോൾ ഇരുന്ന് പ്രസംഗിക്കുന്നതെന്ന് അവർ അത്ഭുതപ്പെടുന്നുണ്ടാവും. ഈ ചൂട് കാരണമായതുകൊണ്ടാണ് ഒന്ന് ഇരിക്കുന്നത്, അല്ലാതെ വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല. കുറേ നേരം നിന്ന് വേർത്ത് കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അല്ലാഹു ആരോഗ്യവും ദീർഘായുസ്സും ദീനിന്റെ ദഅവത്തിന് വേണ്ടി മാറ്റിവെക്കാൻ ഇരിക്കും നിങ്ങൾക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും വരുന്നൊരു ചിന്തയാണ് നന്നാകണം. നന്നാകാൻ പറ്റിയ ഏറ്റവും സുന്ദരമായ വഴി ഖുർആനാണ്. കാരണം മക്കയിലൊരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് മക്കയിലുള്ള എല്ലാവരും പറഞ്ഞിരുന്നൊരു വാക്കുണ്ട്, ആര് നന്നായാലും ആ മനുഷ്യൻ നന്നാവില്ല. മക്കയിലുള്ള ആര് നന്നായാലും ആ മനുഷ്യൻ നന്നാകൂല. മക്കയിലുള്ള എല്ലാവരും ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിരുന്ന വാക്കെന്തെന്നറിയോ? ലാ യസ്ലഹു വലദു ഖത്താബ് ഹത്താ യസ്ലഹു ഹിമാറു ഖത്താബ്. ഖത്താബിന്റെ വീടിന്റെ മുറ്റത്ത് കെട്ടി നിറപ്പിയിരിക്കുന്ന കഴുത നന്നായാലും ഖത്താബിന്റെ മകനായ ഉമറുണ്ടല്ലോ, ആ ഉമർ ഒരിക്കലും നന്നാകൂല എന്ന് മക്കയിലുള്ള മനുഷ്യന്മാര് മഹാനായ സയ്യിദുനാ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞിരുന്നെങ്കിൽ ആ ഉമറിന്റെ ജീവിതത്തിന് മാറ്റം കൊടുത്തത് എന്തെന്നറിയോ? അത് വിശുദ്ധമായ ഖുർആനാണ്, ഖുർആനാണ്, ഖുർആനാണ്. കിസ്റാ പനിക്കും ഖൈസറു വിറയ്ക്കുന്നതാ, മിസ്റിൽ മുഖൗഖിസ് കേട്ടുടൻ ഞെട്ടുന്നതാ. അവരാണ് അമീറുൽ മുഅ്മിനീൻ ഉമറല്ലോ. ജനസേവകന്മാർ കുള്ളിമാമാണല്ലോ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് മക്കയിലുള്ള മനുഷ്യന്മാർ ഉമറിനോട് ചോദിക്കുമായിരുന്നു, ഉമറേ, നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? നിന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷം എന്താണ്? ആ സമയത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മക്കക്കാരോട് പറഞ്ഞു കൊടുത്ത ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? എനിക്ക് ഈ മക്കയിൽ അറിയപ്പെടുന്ന കോടീശ്വരനാകണമെന്നല്ല, എനിക്ക് ഈ മക്കയിലെ അറിയപ്പെടുന്ന നേതാവാകണമെന്നല്ല, എനിക്ക് ഈ മക്കയിലെ ഏറ്റവും വലിയ കൊട്ടാരം പോലത്തെ വീട് വേണമെന്നല്ല. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മക്കയിലുള്ള മനുഷ്യന്മാരോട് പറഞ്ഞു കൊടുത്ത ജീവിതത്തിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തെന്നറിയോ? ഈ മക്കയിൽ ഒരു മനുഷ്യനെ കടന്നു വന്നിട്ടുണ്ടല്ലോ, ആ മനുഷ്യന്റെ പേര് മുഹമ്മദ് എന്നാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മുഹമ്മദ് നമ്മുടെ മതത്തെ തള്ളിപ്പറയുന്നുണ്ട്,
ആ മുഹമ്മദ് നമ്മുടെ ദൈവങ്ങളെ പള്ളി പറയുന്നുണ്ട്. ആ മുഹമ്മദിന്റെ പലയന്റെ വാളിന് ഇരയാക്കല എന്റെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ അഭിലാഷമെന്ന് പറഞ്ഞ മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന് മാറ്റം കൊടുത്തത് എന്തെന്നറിയോ? അത് വിശുദ്ധമായ ഖുർആനാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതസ്ഖാ ഇല്ലാ തദ്കിറത്തൻ ലിമൻ യഖ്ശാ. ജീവിതത്തിൽ ആദ്യമായി ഖുർആനിന്റെ വാക്യങ്ങൾ കേൾക്കുകയാണ് ഉമർ റളിയല്ലാഹു അൻഹു. ഇതുവരെ ജീവിതത്തിൽ ഖുർആൻ കേട്ടിട്ടില്ല. ആരാണ് ഉമർ എന്നറിയോ? ഉക്കാല ചന്തയിൽ കടന്നു ചെന്നിട്ട് ഓരോ ദിവസവും ഗുണ്ടാപ്പിരിവ് നടത്തിയിരുന്ന ഏറ്റവും വലിയ ഗുണ്ടയായിരുന്ന മക്കയിലെ ഏറ്റവും വലിയ അക്രമിയായിരുന്നു. അങ്ങനെയുള്ള ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ആദ്യമായി ഖുർആൻ കേട്ടപ്പോ മനസ്സിന് മാനസാന്തരം വന്നിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ് പുന്നാര നബി തങ്ങളുടെ ചാരത്തേക്ക് കടന്നു വന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, നബിയേ, കഴിഞ്ഞ സെക്കൻഡ് വരെ അങ്ങയെ കൊല്ലണമെന്ന ചിന്തയോടെ നടന്നവനാണ്. പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ഭൂമുഖത്ത് നിന്ന് പാടെ ഉന്മൂലനം ചെയ്യണം എന്ന ചിന്തയോടെ നടന്നവരാണ്. ഇനി ഇങ്ങനെ ജീവിച്ചാ പറ്റൂല നബിയേ, ഇനി അങ്ങനെ ജീവിച്ചാ പറ്റൂല നബിയേ, എനിക്ക് നന്നാകണം നബിയേ. തൗവൽ മഖാം റൂസിന്റെ സുന്ദരമായ മണ്ണിൽ വന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, ജീവിതത്തിൽ മാറ്റപ്പിരപ്പലുകൾക്ക് വിധേയമാകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അതിന്റെ ഏറ്റവും എളുപ്പവഴി വിശുദ്ധമായ ഖുർആനാണ്. അല്ലാഹുവേ, വന്നിരിക്കുന്ന ഞങ്ങൾക്ക് ഖുർആൻ കൊണ്ട് ജീവിതത്തിന്റെ മാറ്റപ്പിരപ്പലുകൾക്ക് വിധേയരാകാ ഈ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാഹ്. ഉമർ റളിയല്ലാഹു അൻഹു ജീവിതത്തിൽ ആദ്യമായിട്ടാണ് എന്ത് കേട്ടത്? ഖുർആൻ കേട്ടത്. അതുവരെ കേട്ടിട്ടില്ല. നമ്മൾ എത്രയോ കാലം കൊണ്ട് ഖുർആൻ കേൾക്കുന്നുണ്ട്, എത്രയോ കാലം കൊണ്ട്. എന്തിനേറെ പറയണം, ഉംറക്ക് പോകുമ്പോ, ഹജ്ജിന് പോകുമ്പോ പരിശുദ്ധമായ കഅബാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്നിട്ട് അവിടുത്തെ ഇമാം സുദൈസി ഓതിയ ഖുർആൻ നമ്മൾ എത്രയോ പ്രാവശ്യം കേട്ടു. ഇതുവരെ നമ്മുടെ ജീവിതത്തിന് മാറ്റം വന്നു പ്രിയപ്പെട്ടവരെ. മക്കയിലെ ഉക്കാല ചന്തയിൽ ഗുണ്ടാപ്പിരിവ് നടത്തിയിരുന്ന ആളായിരുന്നു മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിന് മാറ്റം കൊടുത്തത് ഖുർആനാണ്. നമുക്ക് മാറണമെന്ന് ചിന്തിക്കണമെങ്കിൽ ഏറ്റവും വലിയ എളുപ്പവഴി ഖുർആനാണ്. ഒരു നാട്ടിലൊരു മനുഷ്യനുണ്ടായിരുന്നു. അവിടെ എന്ത് മോഷണം നടന്നാലും അവിടുത്തെ എല്ലാ ജനങ്ങളും പറഞ്ഞിരുന്നത് ആ ആള് തന്നെയാണ് ഈ വീട്ടിൽ കയറി മോഷ്ടിച്ചത്, വേറെ ആരുമല്ല. ആ ആള് തന്നെയാണ് ഈ വീട്ടിൽ കയറി മോഷ്ടിച്ചത്. അവസാനം ആ ആളിന്റെ പേര് കേട്ട് കഴിഞ്ഞാൽ റളിയല്ലാഹു അൻഹു എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് ആ മനുഷ്യന് മാറ്റം കൊടുത്തത് ഖുർആനാണ്. ഒരു ദിവസം മോഷണമെല്ലാം കഴിഞ്ഞു, മോഷണ വസ്തുവുമായിട്ട് ആ വീട്ടിൽ നിന്ന് പാതിരാത്രിയിൽ വെളിയിലേക്ക് ഇറങ്ങുമ്പോ തന്റെ കാതിലേക്ക് ഒരു വിശുദ്ധ ഖുർആനിന്റെ ആയത്ത് കേട്ടു. നമ്മൾ എത്രയോ ദിവസം ഖുർആൻ കേട്ടു, എത്രയോ ദിവസം. ഇതുവരെ ഒരായത്ത് നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ? ആ മനുഷ്യനെ ആ ഒരൊറ്റ ആയത്ത് സ്വാധീനിച്ചു. ഏതാണ് ആയത്ത്? അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. മോഷണമെല്ലാം കഴിഞ്ഞ് മോഷണ വസ്തുമായി വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ തന്റെ കർണപുടത്തിലേക്ക് കടന്നു വന്ന് വിശുദ്ധമായ ഖുർആനിന്റെ ആയത്ത് അലം യഅനിലില്ലദീന ആമനൂ അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാഹ്. വിശ്വാസികൾക്ക് അല്ലാഹുവിനെ കുറിച്ച് ഓർത്തിട്ട് ഭയപ്പെടാനുള്ള സമയമായില്ലയോ എന്ന വിശുദ്ധമായ ഖുർആൻ കേട്ടപ്പോ താൻ മോഷ്ടിച്ച വസ്തുക്കളെല്ലാം ആ വീടിന്റെ മുറ്റത്ത് ഉപേക്ഷിച്ചിട്ട് ആ നാട് വിട്ടുപോകുകയാണ്. 10 വർഷം കഴിഞ്ഞിട്ട് ആ മനുഷ്യന് നാട്ടിലേക്ക് തിരിച്ചു വരുമ്പോ
ആ മനുഷ്യന്റെ പേര് കേൾക്കുമ്പം റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മാറ്റത്തിലേക്ക് കൊണ്ടുപോയത് വിശുദ്ധമായ ഖുർആനാ. ആ മനുഷ്യൻ ആരെന്നറിയോ? മഹാനായ സയ്യിദുനാ ഫുളൈൽ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു. ുവിന്റെ ജീവിതത്തിന് മാറ്റം കൊടുത്തത് വിശുദ്ധ ഖുർആനിന്റെ ഒരൊറ്റ ആയത്താണ്. അതുകൊണ്ട് ഞാൻ മാറണം, നിങ്ങൾ മാറണം, ഭാര്യമാര് മാറണം, ഭർത്താക്കന്മാര് മാറണം, മക്കള് മാറണം. മാറിയാലേ സ്വർഗത്തിലെത്താൻ പറ്റൂ കുടുംബസമേതം. ഖുർആൻ കൊണ്ട് മാറൂല്ലേ? അള്ളാഹു മാറാൻ ഈ മജ്ലിസ് ഒരു കാരണമാക്കി തരട്ടെ. അങ്ങനെ ഖുർആൻ കൊണ്ട് മാറ്റം വരുത്തിയിട്ട് പിന്നെ നമ്മൾ ദുആ ചെയ്യുമ്പോ നമ്മുടെ ദുആയിൽ നിർബന്ധമായും രണ്ട് കാര്യങ്ങൾ നമ്മൾ ചോദിച്ചിരിക്കണം. പറഞ്ഞു തരട്ടെ? ചോദിക്കുന്നുള്ളവരൊക്കെ ഒന്ന് കൈയുയർത്തി. ദുആയിൽ ഈ കാര്യം ചോദിക്കുന്നുള്ളവരൊന്നൊക്കെ കൈയുയർത്തി. അള്ളാഹു കൈ ഉയർത്തി നമുക്ക് ഈ ദുആയിൽ പറയപ്പെട്ട കാര്യങ്ങൾ നൽകുമാറാകട്ടെ. ഒരു 3 സ്വലാത്ത് ഉറക്കം ചൊല്ലേ. സ്വല്ലല്ലാഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വൽ ആലി അഹ്ലിൽ ബൈത്തി സല്ലിം. നമ്മൾ എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, എന്നാലും ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി മറന്നു പോകരുത്. ഇനി മറന്നു പോകാതെ നമ്മുടെ ദുആയിൽ നമ്മൾ നിർബന്ധമായിട്ട് ചോദിച്ചിരിക്കണം. ശ്രദ്ധയോടെ കേട്ടോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ മാനവന്റെ മനസാന്തരത്തിൽ മാറ്റത്തിന്റെ മാറ്റൊലിയുമായി മക്കയുടെയും മദീനയുടെയും മണൽത്താരുകളെ പുളകച്ചാർപ്പണിയിച്ചുകൊണ്ട് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മനസാന്തരത്തിലൂടെ മാലോകർക്ക് അല്ലാഹു നൽകിയ വിശുദ്ധമായ ഖുർആനിന്റെ വിശുദ്ധമായ വാക്യത്തിലൂടെ ഉടമസ്ഥനായ പടച്ച റബ്ബ് പറഞ്ഞു തരാ. വഇബാദുർ റഹ്മാൻ, റഹ്മാനായ പടച്ച റബ്ബിന്റെ യഥാർത്ഥ അടിമകളുടെ ഗുണഗണങ്ങൾ അല്ലാഹു അവന്റെ ഖുർആനിലൂടെ നമ്മളോട് പറഞ്ഞു തരുമ്പോ അതിൽ ഒരു ഗുണം എന്തെന്നറിയോ? അവരെപ്പോഴും പടച്ചവനോട് ദുആ ചെയ്യാൻ തുടങ്ങിയാലും അവരുടെ ജീവിതത്തിന്റെ ആഗ്രഹങ്ങൾ പടച്ചവനോട് പറഞ്ഞാൽ, അവരുടെ ജീവിതത്തിന്റെ പരാതികളും പരിദേവനങ്ങളും പരിഭവങ്ങളും ഉടമസ്ഥനായ പടച്ചവനോട് പറഞ്ഞാൽ ഈ രണ്ട് കാര്യങ്ങൾ ചോദിക്കാതെ അവരുടെ ദുആ അവർ അവസാനിപ്പിക്കൂല. പൗവലിൽ വന്ന പ്രിയപ്പെട്ടവരെ, ഉടമസ്ഥനായ പടച്ചവനോടല്ലേ നമ്മുടെ സങ്കടങ്ങൾ പറയേണ്ടത്? ഉടമസ്ഥനായ പടച്ചവനോടല്ലേ നമ്മുടെ ആഗ്രഹങ്ങൾ പറയേണ്ടത്? ഉടമസ്ഥനായ പടച്ചവനോടല്ലേ നമ്മുടെ പരാതികളും പരിദേവനങ്ങളും പരിഭവങ്ങളും പറയേണ്ടത്? മഹാന്മാരായ പണ്ഡിതന്മാര് നമ്മളോട് പറഞ്ഞു തരാ, ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട. ആവശ്യമെന്തുണ്ടെങ്കിലും കുഴയണ്ട, റബ്ബിന്റെ വാതിൽ മുട്ടണം മടിക്കണ്ട. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. വൈദാ സഅലക ഇബാദി ഫഇന്നി ഖരീബ് ഫൗജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാനി ഫൽയസ്തജീബൂ ലീ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, എന്റെ അടിമ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, അവന്റെ ജീവിതത്തിന്റെ എന്ത് ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും അവൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ, അവന്റെ ജീവിതത്തിന്റെ എന്ത് സങ്കടമുണ്ടെങ്കിലും അവൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ഫൽയസ്തജീബൂ ലീ, അവൻ ഉറപ്പായിട്ടും ഞാൻ ഉത്തരം നൽകുമെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു തരുമ്പോ എന്തേ പടച്ചവനോട് ചോദിക്കാൻ എന്തേ മടിയെന്തേ? നമ്മുടെ
നമ്മുടെയൊക്കെ മനസ്സിൽ പലപ്പോഴും കടന്നു വരുന്ന ഒരു ചിന്തയുണ്ട്. ഞാൻ എത്രയോ നാളുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, ഞാൻ പള്ളിക്ക് സ്വതക്ക കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിച്ചിട്ട് ആ ദുആ സ്വീകരിച്ചില്ലല്ലോ, ഞാൻ പാവപ്പെട്ടവർക്ക് സ്വതക്ക കൊടുത്തിട്ട് ദുആ ചെയ്യിപ്പിച്ചിട്ട് എന്റെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകളും രോഗങ്ങളും സങ്കടങ്ങളും മാറിയില്ലല്ലോ, എന്റെ മക്കളുടെ രോഗങ്ങൾ മാറിയില്ലല്ലോ എന്ന ചിന്തയോടെ ഈ ഇൽമിന്റെ മജ്‌ലിസിൽ വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഉടമസ്ഥനായ പടച്ചവനറിയാം നിനക്കെപ്പോഴാണ് അല്ലാഹു തരേണ്ടതെന്ന് അല്ലാഹുവിനറിയാം, എപ്പോഴാണ് പടച്ച റബ്ബ് തടഞ്ഞു വെക്കേണ്ടതെന്ന് പടച്ചവനറിയാം. നമ്മളിപ്പം ചോദിച്ചിട്ട് അല്ലാഹു തന്നില്ലെങ്കിൽ സങ്കടപ്പെടല്ലേ പ്രിയപ്പെട്ടവരെ, എന്തോ ഖൈറതിന്റെ പിറകിൽ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്, എന്തോ ഖൈർ അല്ലാഹു അതിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഉടമസ്ഥനായ പടച്ചവനോട് നമ്മൾ ചോദിച്ചിട്ട് തരാപ്പതെന്ന് ചിന്തിച്ചോ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന എന്തുണ്ടെങ്കിലും ചോദിച്ചോ, ഞാൻ തരാം. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു അവന്റെ യഥാർത്ഥ അടിമകൾ പടച്ചവനോട് ദുആ ചെയ്യുമ്പോ രണ്ട് കാര്യങ്ങൾ ചോദിക്കാതെ അവരുടെ ദുആ അവർ അവസാനിപ്പിക്കില്ല. അതിലൊന്നാമത്തെ കാര്യം എന്തെന്നറിയോ, والذين يقولون ربنا هب لنا من أزواجنا, അല്ലാഹുവേ നീ എനിക്ക് ദുനിയാവിൽ തന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, നീ എനിക്ക് ദുനിയാവിൽ തന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ഞാനെന്ന് വിഷമിക്കുമ്പോ, ഞാനെന്ന് സങ്കടപ്പെടുമ്പോ, ഞാനെന്ന് നൊമ്പരപ്പെടുമ്പോ എൻ്റെ ചാരത്ത് വന്ന് നിന്നിട്ട് എന്നെ ചേർത്ത് പിടിച്ചിട്ട് എന്തിനാണ് സങ്കടപ്പെടുന്നത്, എന്തിനാണ് വിഷമിക്കുന്നത്, എന്തിനാണ് നൊമ്പരപ്പെടുന്നത് എന്ന സാന്ത്വനത്തിന്റെ വാക്ക് പറഞ്ഞു തരാ. നീ എനിക്ക് ദുനിയാവിൽ തന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, നീ എനിക്ക് ദുനിയാവിൽ തന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവിനെ നാളെ സ്വർഗത്തിന്റെ ഭർത്താവാക്കണേ അല്ലാ, ആ ഭാര്യ നാളെ സ്വർഗത്തിന്റെ ഭാര്യയാക്കണേ അല്ലാ എന്നാണ് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളോട് ചോദിക്കാൻ പറഞ്ഞത്. ഒന്നാമത് നമ്മൾ പടച്ചവനോട് ചോദിക്കേണ്ടത്, അല്ലാഹുവേ ദുനിയാവിൽ നീ എനിക്ക് തന്ന എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യ നാളെ സ്വർഗത്തിൽ തരണേ പടച്ചവനെ. സഹോദരിമാർ ഒന്നാമത് ചോദിക്കേണ്ടത്, അല്ലാഹുവേ നീ എനിക്ക് ദുനിയാവിൽ തന്ന എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ്, ആ ഭർത്താവിന് നാളെ സ്വർഗത്തിൽ തരണേ റഹ്മാനെ. അല്ലാഹു ദുനിയാവിൽ നമുക്ക് നൽകിയ ഭാര്യമാരെ നാളെ സ്വർഗത്തിലും തരട്ടെ. ആമീൻ പറയത്തി പാടുപെടും. കാരണം നമ്മൾ ചിന്തിക്കുക, അല്ലാഹു തന്നെ ഉസ്താദേ ദുനിയാവിൽ അനുഭവിക്കുന്ന പാഠം നമുക്കറിയാം, ഇനിയിപ്പോ സ്വർഗത്തിലൂടെ കിട്ടിയാൽ മതി, അല്ലാഹു തരുമെന്നാണ്. ദുനിയാവിൽ നമുക്ക് തന്ന ഭാര്യമാരെ നാളെ സ്വർഗത്തിൽ അല്ലാഹു നൽകും. നിറത്തിന് വ്യത്യാസം ഉണ്ടാകും, സ്വഭാവത്തിന് വ്യത്യാസം ഉണ്ടാകും. ഹബീബായ നബി തങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ ദുനിയാവിൽ അല്ലാഹു നിങ്ങൾക്ക് തന്ന ഭാര്യമാരെ സ്വർഗത്തിൽ നൽകിയാൽ സ്വർഗത്തിന്റെ ഹൂറാനികളെക്കാളും 70 ഇരട്ടി സൗന്ദര്യം ഉണ്ടാവും. അവിടെ ചെന്നിട്ട് നമ്മൾ ഇങ്ങനെ നോക്കുമ്പോൾ, അല്ലാഹു ഇതെന്റെ ആയിഷ എന്നെ, ഇതെന്റെ ഉമ്മു കുൽസു എന്നെ, ഇതെന്റെ ഖദീജ എന്നെ, ഇതെന്റെ ഫാത്തിമ എന്നെ, നമ്മൾ ഇങ്ങനെ നോക്കിയിട്ട് ഓളെ നോക്കിയിട്ട് നമ്മൾ ഇങ്ങനെ കൊതി, എന്ത് സൗന്ദര്യം. അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരിമാരെ, നിങ്ങൾക്ക് അല്ലാഹു ദുനിയാവിൽ തന്ന ഭർത്താക്കന്മാരെ നാളെ സ്വർഗത്തിലും തരട്ടെ. അവരിപ്പോ അവിടെ നിന്ന് നിങ്ങൾക്ക് അങ്ങോട്ട് ദുആ ചെയ്താൽ മതിയല്ലോ ഉസ്താദ്, നമ്മളല്ലേ അനുഭവിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്നതിന്റെ ഡബിളായിട്ട് അവർ ഇവിടെ അല്ലേ ഇരിക്കുന്ന സഹോദരിമാരല്ലേ, നമ്മൾ ചിന്തിക്കുന്നതിന്റെ ഡബിളായിട്ട് അവർ ചിന്തിക്കും. ഈ അടുത്തിടെ ഒരു ഉസ്താദ് സ്ത്രീകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഉസ്താദ് സ്ത്രീകളോട് ചോദിച്ചു, സഹോദരിമാരോട് ചോദ്യം ചോദിച്ചു. കുസൃതി ചോദ്യമാണ്. ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായ പെണ്ണ് ഏതാണ്? ലോകത്തെ ഏറ്റവും ഭാഗ്യവതിയായ പെണ്ണ്. അപ്പൊ അതിലൊരു സഹോദരി ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു, ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ പെണ്ണ് ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹ. ഉസ്താദ് ചോദിച്ചു, അതെന്താ ആ ഉത്തരം പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോൾ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദേ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ പെണ്ണാകാനുള്ള കാരണം ഹവ്വാ ബീബിക്ക് അമ്മായിയമ്മ ഇല്ലായിരുന്നല്ലോ. ഇവിടെ അങ്ങനെ അമ്മായിയമ്മ എന്നല്ലേ പറയുന്നത്. ഹവ്വാ ബീവിക്ക് അമ്മായിയമ്മ ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ഭാഗ്യവതിയായ പെണ്ണ് ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയാണ്. കാലഘട്ടമൊക്കെ വല്ലാതെ മോശമായി കൊണ്ടിരിക്കുകയാണ്. അമ്മായിയമ്മയെ എങ്ങനെ തറയിലടിക്കാം, അമ്മായിയമ്മ ചിന്തിക്കുന്ന മരുമോളെ എങ്ങനെ പുറത്താക്കാം. ഇന്ന് രാവിലെ എന്നെ കൊണ്ടാക്കാൻ വന്ന
വേറൊരു പയ്യനെ ഞാൻ വിളിച്ചുകൊണ്ടാണ് നേരെ റെയിൽവേ സ്റ്റേഷനിൽ വന്നത്. ആ സഹോദരൻ പറയണം, ഉസ്താദേ വലിയ പാട് തന്നെയാണ്, നിങ്ങൾ മജ്‌ലിസിലേക്ക് ദുആ ചെയ്യണേ. ഞാൻ പറയാം എന്താ വിഷയം എന്താ? അത് ഉമ്മായും ഓളും തമ്മിൽ അങ്ങോട്ട് ഒത്തുപോകുന്നില്ല, വലിയ പാടാണ്. ഈ ആണുങ്ങളുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഉമ്മ പറയുന്നതും കേൾക്കും, ഭാര്യ പറയുന്നതും കേൾക്കും. കേട്ടിട്ടോ പൊട്ടനെ പോലെ നടക്കുകയും ചെയ്യും. കാരണം ഉമ്മ പറയുന്നത് കേട്ടിട്ട് കാര്യം നടത്താൻ നിന്നാൽ ഭാര്യക്ക് ഇഷ്ടപ്പെടില്ല, ഭാര്യ പറയുന്നത് നടത്തുന്നത് കേട്ടിട്ട് കാര്യം നടത്താൻ നിന്നാൽ ഉമ്മാക്ക് ഇഷ്ടപ്പെടില്ല. അതുകൊണ്ട് ഇത് രണ്ടും കേട്ടിട്ട് പൊട്ടനെ പോലെ അങ്ങ് നടക്കും. ഹിക്മത്ത് വേണം, തന്ത്രം ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. അള്ളാഹു നമ്മുടെയൊക്കെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ നമ്മൾ ആദ്യം ചോദിക്കേണ്ടത് ഭാര്യമാർക്ക് വേണ്ടി ദുആ ചെയ്യണം, ഭർത്താക്കന്മാർക്ക് വേണ്ടി ദുആ ചെയ്യണം. അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിലേ ജീവിക്കാൻ പറ്റൂ. കുടുംബ സന്തോഷമാകണോ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാകണം. നമ്മൾ പ്രവാചകന്റെ കുടുംബത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിന്ത വരും, അവിടെ ഒരു പൊട്ടലുമില്ല, ഒരു ചീറ്റലും ഇല്ല, എപ്പോഴും സന്തോഷമായിരുന്നു. അല്ല, അവിടെ ഉണ്ടായിരുന്നു ഇണക്കവും പിണക്കവും. ഒരു വേള ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ പ്രവാചകനോട് പിണങ്ങിയിരിക്കുന്ന സമയം ഒരു സ്വഹാബി അള്ളാന്റെ റസൂലിന്റെ കയ്യിൽ കുറച്ച് ഈന്തപ്പഴം കൊടുത്തിട്ട് പറഞ്ഞു, നബിയെ, ഈ ഈന്തപ്പഴം അങ്ങും അങ്ങയുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷാ ബീബി റളിയല്ലാഹു അൻഹയും കഴിക്കൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. ആയിഷാ ബീവിക്ക് ഈന്തപ്പഴം എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമാണ്. അങ്ങനെ പ്രവാചകന് കിട്ടിയ സമ്മാനമായിട്ട് നേരെ പോവാണ് ഇവിടെ ആയിഷാ ബീവിയുടെ അടുക്കലേക്ക്. നമ്മളും അങ്ങനെ ആകണം, ഇടയ്ക്കിടയ്ക്ക് ഒരു സമ്മാനമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. വെഡിങ് ആനിവേഴ്സറി വരുമ്പോൾ, ബർത്ത്ഡേ വരുമ്പോൾ ഒക്കെ ഒരു സമ്മാനമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. നമ്മൾ എവിടെ നിന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എവിടെയെല്ലാം പോയി കഴിക്കാറുണ്ട്. നമ്മുടെ കൂട്ടുകാരൊക്കെ ഗൾഫിൽ നിന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ കൂട്ടുകാർക്ക് ജോലി കിട്ടുമ്പോൾ, അല്ലെങ്കിൽ ഒരു പുതിയ വാഹനം എടുക്കുമ്പോൾ, ഒരു വീട് വെക്കുമ്പോൾ കൂട്ടുകാരനോട് പറയും, ഇന്നത്തെ ചിലവ് നിന്റെ ചിലവാണ്. അന്ന് അവരെ എങ്ങനെയെല്ലാം കൊല്ലാൻ പറ്റും ആ രീതിയിലെല്ലാം നമ്മൾ കൊല്ലും. നേരെ കൊണ്ടുപോയിട്ട് കറങ്ങണത്, ഓടുന്നത്, എഴുന്നേറ്റിരിക്കുന്നത്, ചാടുന്നത്, പറക്കാൻ നിൽക്കുന്നത് ഒക്കെ നമ്മൾ കഴിക്കാറില്ലേ? കഴിക്കണ സമയത്ത് വീട്ടിലിരിക്കുന്ന ഭാര്യ വിളിച്ചിട്ട് പറയാം, ഞാൻ ഇന്നത് കഴിക്കുന്നുണ്ട്, എന്തെങ്കിലും വേണോ? അത് ചോദിക്കുന്നവർക്ക് വലിയ സന്തോഷമാണ്. വേണമെങ്കിൽ അവരെന്ത് പറയും? വേണ്ടെന്ന് പറയും, അൽഹംദുലില്ലാ നിങ്ങൾ കഴിച്ചോളി എന്ന് പറയും. ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ പിണങ്ങിയിരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റസൂലിന് കിട്ടിയ സമ്മാനവുമായിട്ട് ആയിഷാ ബീബിയുടെ മുമ്പിൽ വന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മോളെ ആയിഷ, നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈന്തപ്പഴം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, കുറച്ച് കഴിച്ചിട്ട് ബാക്കി എനിക്ക് കൂടെ തരണം. ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ പിണങ്ങിയിരിക്കുന്നു, ഈന്തപ്പഴം പ്രവാചകൻ കൊടുക്കുന്നു, ആ പാത്രം അങ്ങോട്ട് വാങ്ങിച്ചു ഒരൊറ്റ ഏറ്. നമ്മളാണെങ്കിലോ ഇല്ലാത്ത പൈസയൊക്കെ ഉണ്ടാക്കി സമ്മാനമൊക്കെ വാങ്ങിച്ചു, നേരെ ഭാര്യയുടെ അടുക്കൽ കൊണ്ടുവന്നു. ആ സമ്മാനം കൈകോട്ട് വാങ്ങിച്ചിട്ട് ദൂരേക്ക് വലിച്ചെറിഞ്ഞ് എന്തായിരിക്കും അവസ്ഥ? എറിയുന്നത് മാത്രമേ ഓർമ്മ കാണൂ, പിന്നെ ഇങ്ങനെ മുടിയിൽ പിടിക്കുന്നത് കാണാം, പിന്നെ നടക്കുന്നത് എന്താണെന്ന് പറയാൻ പറ്റാത്ത കാലമാണ്. അള്ളാന്റെ റസൂല് ചെയ്ത മാതൃക എന്തെന്ന് ലോകത്ത് എല്ലാവർക്കും മാതൃകയുള്ളത് പ്രവാചകനേ ഉള്ളൂ. ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ ദൂരേക്ക് വലിച്ചെറിഞ്ഞ ഈന്തപ്പഴ പാത്രം പുന്നാര നബി തങ്ങളുടെ റിസാലത്തിന്റെ പരിശുദ്ധമായ കരം കൊണ്ട് തറയിൽ നിന്നെടുക്കുകയാണ്. എന്നിട്ട് തറയിൽ വീണുപോയ ഈന്തപ്പഴങ്ങൾ അല്ലാഹുവിന്റെ റസൂൽ പാത്രത്തിലേക്ക് പെറുക്കിയിടുമ്പോ മഹദിയായ ആയിഷാ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് പുന്നാര നബി തങ്ങളെ വാരിപ്പിണരുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്ന, നബിയേ, എന്റെ അറിവില്ലായ്മ കൊണ്ട് ചെയ്തു പോയതാണ് നബിയേ, അങ്ങനോട് പിണങ്ങല്ലേ നബിയേ, എന്നോട് പരിഭവം കാണിക്കല്ലേ നബിയേ, എന്നോട് ദേഷ്യപ്പെടല്ലേ നബിയേ, എന്നെ മാറ്റി നിർത്തല്ലേ റസൂലേ. ആ സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ ആയിഷാ ബീബി റളിയല്ലാഹു അൻഹയുടെ കരം കവർന്നുകൊണ്ട് ആയിഷയോട് പറഞ്ഞു കൊടുക്കുന്നു, മോളെ ആയിഷ, നിന്നോട് ഞാൻ പിണങ്ങാനോ, നിന്നെ മാറ്റി നിർത്താനോ, നിന്നോട് പരിഭവം കാണിക്കാനോ ദുനിയാവിന്റെ നെറുകയിൽ എന്നോട് ഇതുപോലെ ചെയ്യാ നീയല്ലാതെ ആരാണുള്ളത് ആയിഷ? അതുകൊണ്ട് കുടുംബസമേതം സ്വർഗത്തിന്റെ ഉള്ളിൽ കടന്നു പോകണമെന്ന ചിന്തയോട് പൗവൽ മഖാമിന്റെ സുന്ദരമായ പരിസരത്ത് കടന്നു വന്ന പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, കുടുംബസമേതം സ്വർഗത്തിലെത്തണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സമാധാനമുണ്ടാകണം, ക്ഷമയുണ്ടാകണം,
ഉണ്ടാകണം. അല്ലാഹുവേ കുടുംബസമേതം സ്വർഗ്ഗപ്പിരപ്പ ഈ സുന്ദരമായ മജ്‌ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാഹ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ദൂരേക്ക് വലിച്ചെറിഞ്ഞ പാത്രം ഹബീബായ നബി തങ്ങൾ തന്റെ കൈ കൊണ്ടെടുത്തു. ആർക്കാണ് അത് കാണുമ്പോൾ പിന്നെ ആരാണ് ക്ഷമിക്കാത്തത്? നമ്മളും അങ്ങനെയാകണം. ക്ഷമയുണ്ടാകണം. വലിയ പവർ വേണം ക്ഷമ വേണമെങ്കിൽ. അള്ളാഹു ക്ഷമയുള്ളവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. പിണങ്ങിക്കോ, കുടുംബത്തിൽ പിണങ്ങിക്കോ, പക്ഷെ ഇണങ്ങാനും കൂടെ പഠിക്കണം. നമ്മുടെയൊക്കെ ഈ അടുത്തിടെ നമ്മുടെ നാട്ടിലുള്ള സ്ഥലം പറയുന്നില്ല, ജില്ല പറയുന്നില്ല, കാരണം ഇത് ലൈവാണ്, ചിലപ്പോൾ അവർ കേൾക്കും. നമ്മുടെ നാട്ടിലുള്ള ഒരു പള്ളിയുടെ ഒരു മഹലിന്റെ പ്രസിഡന്റിനെ കണ്ടു. എന്നിട്ട് അദ്ദേഹം പറയണം, ഉസ്താദെ മഹലിന്റെ പരിപാലനം ഏറ്റെടുത്തിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. 6 മാസം. ഈ 6 മാസത്തിന്റെ ഇടയിൽ മഹലിൽ വന്ന ത്വലാഖ് കേസുകൾ 32 എണ്ണമാണ്. അത്ര 32 ത്വലാഖ് കേസുകൾ. വിവാഹം കഴിഞ്ഞു 2-3 മാസം കഴിയുമ്പോ പിന്നെ ജീവിക്കാൻ പറ്റുന്നില്ല. ഭർത്താവ് പറയുന്ന വാക്കിന് ഭാര്യയ്ക്ക് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ഭാര്യ പറയുന്ന വാക്ക് കേട്ടിട്ട് ഭർത്താവിന് പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. പൊരുത്തപ്പെടണം, ക്ഷമിക്കണം, എന്നാലേ കുടുംബം സന്തോഷമാകൂ, സ്വർഗമാകൂ. അള്ളാഹു അങ്ങനെയുള്ള കുടുംബമായി ജീവിക്കാൻ എനിക്കും നിങ്ങൾക്കും പടച്ച റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ എന്തിന് ആരോട് മത്സരം കാണിക്കണം പ്രിയപ്പെട്ടവരെ? നമ്മൾ ആരോട് മത്സരം കാണിക്കണം? ഇന്നലെയും ഇന്നും മിനിങ്ങാന്നുമായിട്ട് സോഷ്യൽ മീഡിയകളിൽ മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന 2 ഉസ്താദന്മാരുടെ ചിത്രമുണ്ട്. അവരറിഞ്ഞില്ലല്ലോ ഇതവരുടെ അവസാനത്തെ ജീവിതത്തിന്റെ സമയമാണെന്ന്. തൻ്റെ വീട് ഇവിടെ എന്താ പറയുന്ന വീട് കയർ താമസം അല്ലേ, പാലുകാച്ചലൊക്കെ കഴിഞ്ഞു. പ്രിയപ്പെട്ട ഉസ്താദ് പണ്ഡിതൻ അദ്ദേഹം പാലുകാച്ചലൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോഴാണ് അള്ളാഹുവിന്റെ അലംഘനീയമായ വിധി അദ്ദേഹത്തിന് അപകടത്തിലൂടെ കൊണ്ട്. റോഡ് അപകടങ്ങളൊക്കെ ഇങ്ങനെ പെരുകയാണ്. അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അമല് പറഞ്ഞു തരട്ടെ, ചെയ്യോ? അപകടങ്ങൾ വരാതിരിക്കാൻ, പെടുന്നനെയുള്ള മരണം വരാതിരിക്കാൻ, താങ്ങാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ വരാതിരിക്കാൻ, മാരകമായ രോഗങ്ങൾ വരാതിരിക്കാൻ ഹബീബായ നബിതങ്ങൾ പറഞ്ഞു തന്ന ഒരു അമലുണ്ട്, പറഞ്ഞു തരട്ടെ. കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്ന അമലാണ്. വർഷത്തിൽ 1 പ്രാവശ്യം അത് ചെയ്യാൻ പറ്റും. പരിശുദ്ധമായ മദീന പള്ളിയിലിരിക്കുന്ന മഹാന്മാരായ സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ ഒരു അമല് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെ സ്വഹാബാ. ആ അമല് ആരാണോ ചെയ്യുന്നത് അവർക്ക് അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം എന്തെന്നറിയോ? തുഞ്ചി സാഹിബഹാ മിൻ ശർരി ദുനിയാ വൽ ആഖിറ. ആ അമല് ആരാണോ ചെയ്യുന്നത് അവർക്ക് ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു തരികയാണ്. അപകടങ്ങൾ പെരുകിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടം. കഴിഞ്ഞ ആഴ്ചയാണല്ലോ നമ്മൾ കണ്ടതും നമ്മൾ കേട്ടതും. അല്ലാഹുവേ, മലപ്പുറം ജില്ലയുടെ പരിസരത്ത് നിന്ന് യാത്ര തിരിച്ചവർ വാൽപ്പാറയുടെ മുകളിലേക്ക് കയറുമ്പോൾ അവര് മനസ്സുകൊണ്ട് ചിന്തിച്ചില്ല ഇതവരുടെ അവസാനത്തെ യാത്രയാണ്. നാളെ നേരം വെളുക്കുമ്പോ എന്റെ മയ്യത്താണ് എന്റെ മക്കള് കാണാൻ പോകുന്നത്. എന്റെ മയ്യത്താണ് എന്റെ ഭർത്താവും എന്റെ ഭാര്യയും എന്റെ കുടുംബവും കാണാൻ പോകുന്നത്. അവര് തിരിച്ചറിഞ്ഞില്ല പ്രിയപ്പെട്ടവരെ, മരണം അങ്ങനെയാണ്, മരണം അങ്ങനെയാണ്. നിരച്ചിരിക്കാതിരിക്കും സമയത്ത് നമ്മളെ കൊണ്ടുപോകാൻ വരുന്ന ഏറ്റവും വലിയ യാഥാർത്ഥ്യം എന്തെന്നറിയോ? അത് മരണമാണ്, മരണമാണ്, മരണമാണ്. ആ മരണത്തിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, അപകടങ്ങളിൽ നിന്ന്, പെടുന്നതിനുള്ള മരണങ്ങളിൽ നിന്ന്, മാരകമായ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അല്ലാഹുവിന്റെ റസൂല് സ്വഹാബത്തിനോട് ഒരു അമല് പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബാ, ആ അമല് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു കഴിഞ്ഞ ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും ബുദ്ധിമുട്ടിൽ നിന്ന് അല്ലാഹു നിങ്ങളെ രക്ഷപ്പെടുത്തുന്നതാണ്. മഹാന്മാരായ സ്വഹാബത്തിന് അത്ഭുതമായി, മഹാന്മാരായ സ്വഹാബത്തിന് ആവേശമായി അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബത്ത് പറയുന്നു, ബലായാ റസൂലല്ലാഹ്, നബിയെ പറഞ്ഞു തന്നാലും നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്ത അമലേതെന്നറിയോ?
അലാ ഇന്നൽ അദ്ഹിയാ, പരിശുദ്ധമായ ഉദ്ഹിയാ കർമ്മം ആരാണ് നിർവഹിക്കുന്നത്? കടന്നു വരാൻ പോകുന്നുണ്ട് പരിശുദ്ധമായ ഉദ്ഹിയാ കർമ്മത്തിന്റെ ദിവസങ്ങൾ. ദുൽഹജ്ജ് 10 മുതൽ കടന്നു വരാൻ പോകുന്നുണ്ട്. എത്രയോ പേര് ഉദ്ഹിയാ കർമ്മത്തിന് വേണ്ടി ഒരുങ്ങി തയ്യാറെടുക്കുന്ന സമയമാണ്. പലരും മൃഗത്തിനെ വാങ്ങിക്കാൻ വേണ്ടി ഓടി നടക്കുന്ന സമയമാണ്. പലരും പള്ളിയിൽ ഷെയർ കൊടുക്കുന്ന സമയമാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു അലാ ഇന്നൽ അദ്ഹിയാ, പരിശുദ്ധമായ ഉദ്ഹിയാ കർമ്മം നിങ്ങൾ ചെയ്തു കഴിഞ്ഞ മിനൽ അഅ്മാലിൽ മുൻജിയാ, അത് ഉറപ്പായിട്ടും ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും അപകടങ്ങളിൽ നിന്ന് നിങ്ങളെ രക്ഷപ്പെടുത്തുന്ന അമലാണെന്ന് സ്വാദിഖ് മുഖ്ബിർ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ ഇന്നൽ അദ്ഹിയാ, പരിശുദ്ധമായ ഉദ്ഹിയാ കർമ്മം ചെറുതായിട്ട് കാണരുത്. ഒരു ഷെയറെങ്കിലും കൊടുക്കാൻ കഴിഞ്ഞാൽ കൊടുക്കണം. അതല്ല, ഒരു മൃഗത്തെ വാങ്ങിച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടെങ്കിൽ കൊടുക്കണം പ്രിയപ്പെട്ടവരെ. കാരണം ആ അമല് തുൻജി സ്വാഹിബഹാ മിൻ ശർരി ദുനിയാ വൽ ആഖിറ, ദുനിയാവിന്റെയും ആഖിറത്തിന്റെയും അപകടങ്ങളിൽ നിന്ന്, ബുദ്ധിമുട്ടുകളിൽ നിന്ന്, മാരകമായ പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തുന്ന അമലാണ്. ചെയ്യൂല്ലേ? അള്ളാഹു ചെയ്യാനുള്ള മഹാ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരിമാരുടെ അടുക്കലേക്ക് ബക്കറ്റ് കൊടുത്തു വിടുന്നുണ്ട്. നിങ്ങൾ ആ ബക്കറ്റിൻ്റെ അകത്ത് സ്വതക്ക ഇടുമ്പോൾ നല്ല നീയത്തോടു കൂടി ആയിരിക്കണം സ്വതക്ക ഇടേണ്ടത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഞാൻ ഖിദ്മത്ത് ചെയ്യുന്ന അട്ടക്കുളങ്ങര പള്ളിയിൽ ഒരു സഹോദരിക്ക് വേണ്ടി ദുആ ചെയ്തു. 2 ആഴ്ച കൊണ്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, 2 ആഴ്ച കൊണ്ട്. പക്ഷേ ഇതുവരെ ആ സഹോദരിയുടെ ശരീരത്തിലുള്ള രോഗം എന്ത് എന്ന് കണ്ടുപിടിക്കാൻ ഡോക്ടർമാർക്ക് കഴിഞ്ഞിട്ടില്ല. അവസാനം ഡോക്ടർമാർ എന്നെ പറഞ്ഞു, നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആൾക്കാരെ കൊണ്ട് ദുആ ചെയ്യിപ്പിച്ചോ, ഞങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുന്നില്ല. അല്ലാഹുവേ, ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഇവിടെ അന്തി ഉറങ്ങുന്ന മഹാനുഭാവന്റെ ബറക്കത്ത് കൊണ്ട് ആ പ്രിയപ്പെട്ട സഹോദരിയുടെ രോഗത്തിന് നീ എത്രയും പെട്ടെന്ന് ശമനം കൊടുക്കണേ അല്ലാ. രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള എളുപ്പവഴി ആ സഹോദരിയുടെ ശരീരത്തിൽ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് കൊടുക്കണേ റബ്ബേ. അതുകൊണ്ട് അല്ലാഹു നമ്മുടെ ശരീരത്തിൽ ഒരു രോഗം തന്ന പിന്നെ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരുടെ മുമ്പിൽ ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ആ ബക്കറ്റിൻ്റെ അകത്ത് സ്വതക്ക ഇടുമ്പോൾ, അല്ലാഹുവേ, മാരകമായ രോഗങ്ങളൊന്നും എനിക്ക് തരല്ലേ പടച്ചോനെ എന്ന നീയത്തോടെ ഇട്ടോട്. അപ്പൊ ചില സഹോദരിമാരൊക്കെ ഇപ്പം മനസ്സുകൊണ്ട് അല്ലാ നല്ല നീയത്തായിരുന്നു പടച്ചോനെ, ഇതറിഞ്ഞിരുന്നെങ്കിൽ വീട്ടിൽ നിന്ന് വരുമ്പോൾ എന്തെങ്കിലും എടുക്കായിരുന്നു. ഇനിയിപ്പം പൈസയായിട്ട് കൊടുക്കാൻ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ സ്വർണ്ണാഭരണം കൊടുത്താൽ നമ്മൾ സ്വീകരിക്കും. നമുക്ക് ഇങ്ങനെ വലിയ അഹങ്കാരമൊന്നുമില്ല. നിങ്ങൾ അള്ളാണ് ഉസ്താദേ, സ്വർണ്ണമെന്ന് പോയിട്ട് സോന്ന് പോലും പറയില്ലേ ഉസ്താദേ. ഇങ്ങനെ പോയി അങ്ങ് ചൊവ്വയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ സൂര്യനും കഴിഞ്ഞ് അടുത്ത ഗൃഹം ഇവിടെ ഉണ്ടാകും, അവിടെ അങ്ങ് പോവാണ്. ഇങ്ങനെ കൈവിട്ട് പോകുന്ന വിലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സഹോദരിമാരൊക്കെ ഒന്ന് മനസ്സ് വെച്ച്, ഞാൻ പൂവല മക്കാമിൽ ഒരു 6-7 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വയലിന് വന്നിട്ടുണ്ട്. നമ്മുടെ ഈ നാടിന്റെ ഉയർച്ചകളും വളർച്ചയും മാത്രം കൊതിച്ചുകൊണ്ട് കിടന്നുറങ്ങുന്ന മഹാനുഭാവനാണ്. ആ മഹാനുഭാവനാണ് ഈ നാടിന്റെ ചൈതന്യം. ആ മഹാനുഭാവന്റെ മക്കാമ് ഇങ്ങനെ കിടക്കാൻ പാടില്ല, അത് പൂർണ്ണമാവണം. നമ്മുടെ വീടിന്റെ പണി നമ്മൾ എത്രയും പെട്ടെന്ന് തീർക്കൂലേ? കടം മറിച്ചിട്ടായിരുന്നാലും നമ്മൾ ചെയ്യും. ആ മഹാനുഭാവന്റെ മക്കാമ് ഇങ്ങനെ എത്ര വർഷമായി ഇത് തുടങ്ങിയിട്ട്? 9 വർഷം അല്ല, ഈ കെട്ടിടം ഇങ്ങനെ കെട്ടാൻ തുടങ്ങി 3 മാസമായി. അടുത്ത ഉറൂസ് വരുമ്പോ ഇത് പൂർണ്ണമാകണം. ആ മഹാനുഭാവനോടുള്ള ഹക്ക് അതാണ്. അദ്ദേഹം നമ്മുടെ നാട്ടിലേക്ക് വന്നു, ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഇനിയുള്ള ആ പരിസരം മുഴുവനും വൃത്തിയായി സൂക്ഷിക്കേണ്ടതും ഒക്കെ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു നമുക്ക് നൽകിയ ഒരു ഓഹരി അതിലേക്ക് മാറ്റണം. ചോദിക്കുമ്പം കൊടുത്താൽ മതി എന്ന് പറഞ്ഞാൽ എഴുന്നേറ്റ് പോവുകയും ചെയ്യരുത്, ദുആ ചെയ്തിട്ടേ പോവാം. ഇനിയിപ്പോൾ ഉസ്താദ് പിരിവാറ്റം തുടങ്ങണേ, ഞാൻ കൊടുത്തില്ലേ ശരി, ആരെയും നിർബന്ധിക്കൊന്നുമില്ല. നിങ്ങളുടെ മനസ്സിന്റെ വലിപ്പം പോലെ കൊടുത്താൽ മതി. അതുകൊണ്ട് സഹോദരിമാരുടെ മുമ്പിലേക്ക് ബക്കറ്റുമായിട്ട് വരുമ്പോൾ നല്ലൊരു സ്വതക്ക അതിനകത്തിട്ടൊടുക്കും. ഒരു 3 സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം
اللهم صل على محمد والآل أهل البيت سلم അല്ലാഹുവേ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ സ്വലാത്തുകൾ നിന്റെ ഹബീബിന്റെ റൗളയിൽ ഞങ്ങളുടെ സമ്മാനമായി നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, സഹോദരിമാരുടെ ഉമ്മമാരുടെ മുമ്പിലേക്ക് ബക്കറ്റുമായി കടന്നു പോകുമ്പോ ആരെല്ലാം ആ ബക്കറ്റിനകത്ത് സ്വതക്കകൾ ഇടുന്നുവോ അവരുടെ ജീവിതത്തിന്റെ ബുദ്ധിമുട്ടുകൾ ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് മാറ്റണേ അല്ലാഹ്. അവരുടെ രോഗങ്ങൾക്ക് ആ സ്വതക്കയുടെ ബറക്കത്ത് കൊണ്ട് ശിഫ കൊടുക്കണേ അല്ലാഹ്. അവരുടെ ജീവിതത്തിന്റെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആ സ്വതക്കയിലൂടെ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, അപകടങ്ങളെ തൊട്ട് നീ അവരെ കാത്തോളണേ അല്ലാഹ്. പെടുന്നനയുള്ള മരണങ്ങളെ തൊട്ട് നീ അവരെ കാക്കണേ അല്ലാഹ്. മാരകമായ രോഗങ്ങൾ നീ അവർക്ക് നൽകല്ലേ അല്ലാഹ്. സയ്യിദനാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നന്മ ചെയ്യണമല്ലോ പ്രിയപ്പെട്ടവരെ. നമ്മൾ നന്മ ചെയ്യണം. ആർക്ക് വേണ്ടിയാ, എപ്പോഴാണ് പോകുന്നതെന്നൊന്നും പറയാൻ പറ്റൂലല്ലോ. അസ്റായീൽ അലൈഹിസ്സലാം നമ്മുടെ മുമ്പിൽ വന്നിട്ട് ചോദിക്കുകയൊന്നുമില്ലല്ലോ. ആരുടെ മുമ്പിൽ ഒന്നും ചോദിച്ചിട്ടില്ല. ആകെ ചോദിച്ചത് ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ മാത്രമാണ്, റൂഹ് പിടിക്കട്ടെ എന്ന് ചോദിച്ചത്. വേറെ ആരുടെ മുമ്പിൽ അനുവാദത്തിന് കാത്തു നിന്നിട്ടില്ല. അള്ളാന്റെ വിളി വന്ന് ചേരും സമയത്തിൽ അന്തിമായ പ്രപോണം കൂട്ടരേ, അതും ഇതും പറഞ്ഞൊഴിയാനും തരമില്ല. അസ്റായീലെത്തുമ്പോഴം നോർക്കണേ, അസ്റായീലെത്തുമ്പോഴം നോർക്കണേ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഹത്താ ഇദാ ജാ അഹദഹുമുൽ മൗത്ത് ഖാല റബ്ബി റജിഊൻ. ഒരു മനുഷ്യന്റെ മുമ്പിലേക്ക് അസ്റായീൽ മരണത്തിന്റെ ദൂതുമായി കടന്നു വരുമ്പോ ആ മനുഷ്യൻ അല്ലാഹുവിനോട് പറയുന്ന വാക്കെന്തെന്നറിയോ? ഖാല റബ്ബി റജിഊൻ. അല്ലാഹുവേ, നീ എന്നെ ദുനിയാവിലേക്കൊന്ന് മടക്കുമോ അല്ലാഹ്? എന്തിനാണ് ദുനിയാവിലേക്ക് മടക്കാൻ പറയുന്നത്? എന്തിനാണ്? ലഅല്ലി അഅ്മലു സ്വാലിഹാ ഫീമാ തറക്തു. ഞാൻ ഉപേക്ഷിച്ച സൽക്കർമ്മങ്ങൾ ഞാൻ ചെയ്യാമല്ല. പള്ളിയുടെ മിനാരത്തിൽ നിന്ന് ഹയ്യ അലസ് സ്വലാഹ്, ഹയ്യ അലൽ ഫലാഹ്, നമസ്കാരത്തിലേക്ക് കടന്നു വരൂ, അല്ലാഹുവിന്റെ ആഖിറത്തിന്റെ വിജയത്തിലേക്ക് കടന്നു വരൂ എന്ന പരിശുദ്ധമായ ബാങ്കിന്റെ ധ്വനി കേട്ടപ്പോ അത് കേൾക്കാതെ നടന്നു പോയവനാണ് അല്ലാഹ്. അല്ലാഹുവേ, നിസ്കരിക്കാത്തവനാണ് റബ്ബേ. പള്ളിക്ക് വേണ്ടി സ്വതക്കയുടെ പാപ്പവനാണ് അല്ലാഹ്. നന്മയിൽ പങ്കാളിയാകാത്തവനാണ് അല്ലാഹ്. അതുകൊണ്ട് മരണത്തിന്റെ ദൂതന് മരണവുമായി നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ നമ്മൾ അല്ലാഹുവിനോട് പറയുന്ന വാക്കെന്തെന്നറിയോ? ലഅല്ലി അഅ്മലു സ്വാലിഹാ. ഒരു നിമിഷം കൂടെ നൽകിയാ ഞാൻ നന്മ ചെയ്യാമെന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ മുമ്പിൽ വരാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് നന്മ ചെയ്യാൻ അല്ലാഹു എപ്പോഴെല്ലാം അവസരം തരൂ അപ്പോഴെല്ലാം നന്മയിലൂടെ കടന്ന് അല്ലാഹുവിന്റെ ആഖിറത്തിന്റെ വിജയം സുനിശ്ചിതമാക്കാം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അസ്റായീൽ വന്നാ പിന്നെ ഒന്നും പറയാൻ പറ്റില്ല, കൊണ്ടുപോകും. അല്ലാഹു നല്ല മരണം എനിക്കും നിങ്ങൾക്കും നൽകട്ടെ. ഞാൻ കൊതിക്കുന്നത് ഇതുപോലുള്ള ഒരു മജ്‌ലിസിലിരുന്ന് വഅദ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടാനാണ് ആഗ്രഹിക്കുന്നത്. കാരണം അവിടെ സ്വാലിഹീങ്ങൾ വന്നിരിക്കുന്നുണ്ട്, അവരുടെ ദുആയിൽ ഉൾപ്പെടാൻ ഭാഗ്യം കിട്ടും. അത്രേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം അതാ. നമ്മൾ ആഗ്രഹം അതായിരിക്കണം, നല്ല സ്ഥലത്ത് വെച്ച് നല്ല മരണം കിട്ടണം. അല്ലാഹു അങ്ങനെയുള്ള മരണം തരട്ടെ. ഞാനിപ്പോ ഇന്ന് ആഹാരം കഴിക്കാൻ പോയത് സഫ്വാൻ അല്ലേ, നമ്മുടെ കമ്മിറ്റിയുടെ കൺവീനറാണ് സഫ്വാൻ. അദ്ദേഹത്തിന്റെ വാപ്പ ഹജ്ജ് കഴിഞ്ഞ് വന്ന് ആ സമയത്താണ് മരണപ്പെടുന്നത് അല്ലേ, ഹജ്ജ് കഴിഞ്ഞ് വന്നിട്ട്. അല്ലാഹു ആ പ്രിയപ്പെട്ട പിതാവിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കട്ടെ, സ്വർഗീയ ആരാമമാക്കി കൊടുക്കുമാറാകട്ടെ. ഏറ്റവും നല്ല അമല് ചെയ്തിട്ട് വന്നപ്പോഴാണ് അല്ലാഹു ആ മനുഷ്യനെ ദുനിയാവിൽ നിന്ന് കൊണ്ടുപോയത്. നമ്മൾ അങ്ങനെയാണ്, നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലാഹു നമ്മളെ കൊണ്ടുപോകണം. അങ്ങനെ കൊണ്ടുപോയാൽ നമ്മൾ രക്ഷപ്പെട്ടു പ്രിയപ്പെട്ടവരെ. മഹാന്മാര് കൊതിച്ചത് അങ്ങനെയാണ്.
മഹദികൾ കൊതിച്ചത് അങ്ങനെയാണ്. നല്ലത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മരണപ്പെടാൻ അല്ലാഹുവേ നീ എനിക്ക് തൗഫീഖ് നൽകണേ എന്നവർ ദുആ ചെയ്തു. അങ്ങനെ ദുആ ചെയ്യാനും അങ്ങനെ മരണപ്പെടാനും അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നന്മ ചെയ്യും. നമ്മളിപ്പോൾ വീട്ടിൻ്റെ അകത്ത് പാമ്പ് കയറാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. എല്ലാ പരിപാടിയും ചെയ്യുന്നുണ്ട്. വീട്ടിനകത്ത് പാമ്പ് കയറരുത്. കയറിക്കഴിഞ്ഞാൽ പിന്നെ പാമ്പ് കൊത്തുമല്ലോ, വലിയ ബുദ്ധിമുട്ടാണല്ലോ. ഇപ്പോൾ വാർത്തകളിലൊക്കെ ഇങ്ങനെ പാമ്പ് കൊത്തി മരണപ്പെടുന്നു, പാമ്പ് കൊത്തി മരണപ്പെടുന്നു. വീട്ടിൻ്റെ അകത്ത് കയറാതിരിക്കാനുള്ള എല്ലാ പരിപാടിയും ചെയ്തു. ഇനി നമ്മൾ ചെന്ന് കിടക്കേണ്ട ഒരു വീടുണ്ട്, ഖബർ. ആ ഖബറിൻ്റെ അകത്ത് പാമ്പ് വരാതിരിക്കാനുള്ള എന്ത് പണി നമ്മൾ ചെയ്തു? അത് മാത്രം ചിന്തിച്ചാൽ മതി. ദുനിയാവും ആഖിറവുമായിട്ട് കമ്പയർ ചെയ്യും, എന്നിട്ട് ആഖിറത്തിന് വേണ്ടി നന്മ ചെയ്യും. അപ്പോഴാണ് നമ്മൾ രക്ഷപ്പെടുന്നത്. അങ്ങനെ രക്ഷപ്പെടാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തൗഫീഖ് നൽകി അപ്പോൾ ഒന്ന് നമ്മൾ ദുആ ചെയ്യേണ്ടത്, നമ്മുടെ ദുആയിൽ ആദ്യമായി നമ്മൾ ചോദിക്കേണ്ടത് ഭാര്യ ഭർത്താവിനെയും സ്വർഗ്ഗത്തിൽ തരണേ റഹ്മാനെ. രണ്ടാമതായി അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മുടെ ദുആയിൽ ഉടമസ്ഥനായ പടച്ചവനോട് നമ്മൾ ചോദിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? എങ്ങനെ നമ്മൾ ചോദിക്കാതിരിക്കും പ്രിയപ്പെട്ടവരെ? കാലഘട്ടം വല്ലാതെ മോശമായി കൊണ്ടിരിക്കുന്നു. നമ്മുടെ ദുആയിൽ നമ്മൾ എപ്പോഴും ചോദിക്കേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയോ? വദുരിയാതിനാ അല്ലാഹുവേ നീ എനിക്ക് ദുനിയാവിൽ തന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കളെ നാളെ സ്വർഗ്ഗത്തിന്റെ മക്കളാക്കണേ അല്ലാ. പറയാൻ പറ്റൂല പ്രിയപ്പെട്ടവരെ, എപ്പോഴാണ് നമ്മുടെ മക്കളുടെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റൂല. എപ്പോഴാണ് നമ്മുടെ മക്കളുടെ സ്വഭാവത്തിന് മാറ്റം വരുന്നതെന്ന് പറയാൻ പറ്റൂല. എത്രയോ മാതാപിതാക്കളാണ് ഓരോ ദിവസവും വിളിച്ചിട്ട് ദുആ വസിയത്ത് പറയുന്നത്, ഉസ്താദേ എന്റെ മകന്റെ സ്വഭാവം മാറാൻ ദുആ ചെയ്യണേ, എന്റെ മകളുടെ സ്വഭാവം മാറാൻ ദുആ ചെയ്യണേ. അവന്റെ കൂട്ടുകെട്ട് ശരിയാകുന്നില്ല, അവരുടെ കൂട്ടുകെട്ട് ശരിയാകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എവിടെ പോയാലും എന്റെ മക്കളുടെ കാര്യം മറന്നു പോകല്ലേ എന്ന് പറഞ്ഞ് എത്ര മാതാപിതാക്കളാണ് ദുആ വസിയത്ത് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ദുആ ചെയ്യുമ്പോ ഉടമസ്ഥനായ പടച്ചവനോട് ചോദിക്കേണ്ട രണ്ടാമത്തെ കാര്യം വദുരിയാതിനാ. അല്ലാഹുവേ ദുനിയാവിൽ നീ എനിക്ക് തന്ന എന്റെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കളെ നാളെ സ്വർഗ്ഗത്തിന്റെ മക്കളാക്കണേ അല്ലാ. രണ്ടാമത് നമ്മൾ അല്ലാഹുവിനോട് ചോദിക്കേണ്ടത് വദുരിയാതിനാ. അല്ലാഹുവേ ദുനിയാവിൽ നീ എനിക്ക് തന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നാളെ ഇവിടെ തരണം, സ്വർഗത്തിൽ തരണം. നമ്മുടെയൊക്കെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഞാൻ നിസ്കരിക്കുന്നുണ്ട്, ഞാൻ നോമ്പ് പിടിക്കുന്നുണ്ട്, ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, ഞാൻ ഉംറ ചെയ്തിട്ടുണ്ട്, ഞാൻ നല്ലതുപോലെ ജീവിക്കുന്നുണ്ട്, അതുകൊണ്ട് എൻ്റെ മക്കളും നന്നായിക്കോളും, അതുകൊണ്ട് എൻ്റെ മക്കളും നന്നായിക്കോളും എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ വേണ്ട പ്രിയപ്പെട്ടവരെ. വിശുദ്ധമായ ഖുർആൻ ഒരു പ്രവാചകന്റെ മകനെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു പ്രവാചകന്റെ മകനെ കുറിച്ച് പറയുന്നുണ്ട്. ആരാ? മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ശൈഖുൽ അംബിയ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട 950 വർഷത്തോളം പരിശുദ്ധമായ ദീനിന്റെ ദഅവത്ത് നടത്തിയ മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകനായ കൻആൻ. ആ കൻആനിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് എന്തെന്നറിയോ? കൻആൻ എന്ന് പറയുന്ന മകന് നരകത്തിലാണ്. ആരുടെ മകനാണ്? പ്രവാചകന്റെ മകനാണ്. അല്ലാഹു ആദരിച്ചവരാണ് പ്രവാചകന്മാർ, അല്ലാഹു സ്നേഹിച്ചവരാണ് പ്രവാചകന്മാർ, അല്ലാഹു ബഹുമാനിച്ചവരാണ് പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ആ നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് നരകത്തിലാണെന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എപ്പോഴും പടച്ചവനോട് ദുആ ചെയ്യണേ. അല്ലാഹുവേ ദുനിയാവിൽ നീ എനിക്ക് തന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കൾ, ആ മക്കളെ നാളെ സ്വർഗ്ഗത്തിലും തരണേ അല്ലാ. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാമയുടെ മകനായ കൻആനെ കുറിച്ച് പറഞ്ഞത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, നരകത്തിലാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ, പ്രവാചകന്റെ മകനാണ്.
അതുകൊണ്ട് നമ്മളെപ്പോഴും ദുആ ചെയ്യണം മക്കളുടെ കാര്യത്തിന് വേണ്ടി. ഒന്ന് ആലോചിച്ചോക്കെ, നമ്മുടെ നമ്മൾ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. പറയാറുണ്ട്, പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ഈ വെയിൽ കൊള്ളുന്നത്, ഞാൻ ഈ ചുമടെടുക്കുന്നത്, ഞാൻ ഈ വാഹനം ഓടിക്കുന്നത്, ഞാൻ ഈ പെടാപ്പാടുപെടുന്നത്, ഞാൻ പ്രവാസിയായത്, എൻ്റെ നാട് വിട്ട് പ്രവാസ ലോകത്ത് പോയത് എൻ്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കാനാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണപ്പെട്ട് നമ്മുടെ മയ്യത്ത് ഈ പള്ളിക്കകത്ത് കൊണ്ടുവെക്കുന്ന സമയത്ത് മകനോട് ആ നാട്ടിലുള്ളവർ പറയും, മോനെ വാപ്പാടെ മയ്യത്ത് നിസ്കരിക്കണ്ടെന്ന് പറഞ്ഞാൽ ആ മകൻ പറയാണ്, എൻ്റെ ആദർശം അതിന് സമ്മതിക്കുന്നില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥ വന്നാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കി തരട്ടെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകാരപ്പെടുന്ന മക്കളായി അള്ളാഹു നമ്മുടെ മക്കളെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പൊ നമ്മുടെ മക്കളുമായിട്ട് നമ്മുടെ കുടുംബവുമായിട്ട് സ്വർഗത്തിലെത്തണം. അങ്ങനെ എത്തണമെങ്കിൽ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ 3 വഴികളുണ്ട്. ആ 3 വഴികൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മതി. 3 പറയാൻ നേരമില്ല, 3 പറയാനുള്ള സമയമില്ല നമ്മുടെ മുമ്പിൽ. എന്നാലും പറയാൻ പറ്റുന്നത് വരെ 12 മണിയാണ് നമുക്ക് നിർത്തേണ്ടത്. 12 മണിക്ക് പ്രസംഗം നിർത്തി ദുആയിലേക്ക് കടക്കണം. അവ പറയാൻ പറ്റുന്നത് വരെ പറയും ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കട്ടെ. 3 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്താൽ മക്കൾ നന്നാകും, ഭാര്യമാര് നന്നാകും, ഭർത്താക്കന്മാര് നന്നാകും, കുടുംബം നന്നാകും, സ്വർഗത്തിൽ നമ്മൾ എത്തുകയും ചെയ്യും. വിശുദ്ധമായ ഖുർആൻ ശബ്ദയോടെ കേട്ടോ. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ കുടുംബസമേതം സ്വർഗത്തിലെത്താ നമ്മളോട് പറഞ്ഞു തരുന്ന 1ാമത്തെ വഴി എന്തെന്നറിയോ? ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. അല്ലാഹു നന്മ ചെയ്യാൻ നിങ്ങളുടെ മുമ്പിൽ അവസരം തന്നാൽ, നന്മ ചെയ്യാൻ പടച്ച റബ്ബ് എപ്പോഴും അവസരം തരൂല പോവലുകാരെ. അല്ലാഹു നന്മ ചെയ്യാൻ അവസരം തന്നാ പിന്നെ മാറി നിൽക്കല്ലേ, സംശയിക്കല്ലേ, അമാന്തിക്കല്ലേ. ആ നന്മ അപ്പം ആരാണോ ചെയ്യുന്നത് അവര് കുടുംബസമേതം സ്വർഗത്തിലാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. 1ാമത് നമ്മൾ ചെയ്യേണ്ട പണി, ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്. നന്മ ചെയ്യാൻ അല്ലാഹു അവസരം തന്നാ അപ്പം തന്നെ ചെയ്തേക്കണം, പിന്നിടത്തേക്ക് മാറ്റരുത്. നിസ്കരിക്കാൻ തോന്നിയ അപ്പം നിസ്കരിച്ചേക്കണം, സ്വതക്ക എടുക്കാൻ തോന്നിയ അപ്പം സ്വതക്ക എടുത്തേക്കണം, ഖുർആൻ ഓതാൻ തോന്നിയാൽ അപ്പ ഖുർആൻ ഓതിയേക്കണം, തസ്ബീഹ് ചെല്ലാൻ തോന്നിയ അപ്പ ചെല്ലിയേക്കണം, സ്വലാത്ത് ചെല്ലാൻ തോന്നിയ അപ്പ ചെല്ലിയേക്കണം. പിന്നിടത്തേക്കാക്കിയാൽ പിന്നെ ആര് ചെയ്യിപ്പിക്കൂല? നന്മ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ തോന്നൽ വന്നിട്ട് ഇപ്പൊ വേണ്ട പിന്നീട് ചെയ്യാം എന്ന് ചിന്തിച്ചാൽ ആര് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കൂല? നമ്മുടെ ഏറ്റവും വലിയ ശത്രു എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട്. ആരാ? നമ്മുടെ കൊച്ചാപ്പ എപ്പോഴും കൂടെ ഉണ്ട്. ഒരു നന്മയും ചെയ്യാൻ സമ്മതിക്കൂല. ആദം നബിയെ കൊണ്ടുപോയി, പിന്നെയാണോ നമ്മളെ ആദ്യ പിതാവായ ആദം നബി അലൈഹിസ്സലാമയെ കൊണ്ടുപോയി, പിന്നെയാണോ നമ്മളെ? നാഗപ്പതിയിൽ ആദം നബീനല്ല പടച്ചാനെ, നാരി ഹവ്വാ ബീബി രണ്ടാളും ഒരുമിച്ചാനെ, ഏകപ്പഴം തിന്നരുതെന്നറിയോനറിയിച്ചാനെ, എന്നെ പിറകെ മൽഊനവിടന്ന് ചതിച്ചാനെ, വന്നിട്ട് നിന്നിട്ട് എന്താണിപ്പഴം നിങ്ങൾ എറുത്ത് തിന്നാത്ത് ജന്നാത്ത്, എന്നിലുള്ള കനിയൊക്കെ ഈലും മികജാതിയാണ്. മഹാനായ ആദം നബി അലൈഹിസ്സലാം, മഹദിയായ ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹാ, ഇവർ രണ്ടുപേരെയും സ്വർഗത്തിനകത്ത് വസിക്കാൻ ഉടമസ്ഥനായ പടച്ച റബ്ബ് അവസരം കൊടുത്തു. എന്നിട്ട് ആദം നബിയോട് അല്ലാഹു പറഞ്ഞു കൊടുക്കുന്നു, വഖുൽനാ യാ ആദം ഉസ്കുൻ അൻത വസൗജുകൽ ജന്ന. അല്ലയോ ആദമേ, നിനക്കും നിന്റെ ഭാര്യക്കും ഈ സ്വർഗത്തിനകത്ത് യഥേഷ്ടം ജീവിക്കാ. ഈ സ്വർഗത്തിനകത്ത് എന്ത് വേണോ ഭക്ഷിക്കാം, എന്ത് വേണോ കൊടുക്കാം, എവിടെ വേണോ യാത്ര പോകാം. പക്ഷേ വലാ തഖറബാ ഹാദിഹി ശജറ, ആ കാണുന്ന വൃക്ഷമുണ്ടല്ലോ, ആ വൃക്ഷത്തിന്റെ ചാരത്തേക്ക് നീയും നിന്റെ ഭാര്യയും പോകല്ലേ ആദമേ. ഏത് വൃക്ഷത്തിന്റെ ചാരത്തേക്കാണോ അല്ലാഹു പോകരുതെന്ന് പറഞ്ഞത്, അതേ വൃക്ഷത്തിന്റെ ചാരത്തേക്ക് ആദം നബി അലൈഹിസ്സലാമയെയും ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയെയും കൊണ്ടുപോയത് ആരെന്നറിയോ?
അല്ലാഹു ആ മനുഷ്യനെ കുറിച്ച് നമ്മളോട് പറഞ്ഞു തരിക, അലം അഹദി ഇലൈക്കും യാ ബനീ ആദമ അല്ലാ തഅ്ബുദു ശൈത്താൻ ഇന്നഹു ലക്കും അദുവ്വുൻ മുബീൻ. അല്ലയോ ആദമ സന്തതികളെ, ആദമിന്റെ മക്കളെ, നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവാരം എന്നറിയോ? അത് ഇബ്ലീസാണ്, ഇബ്ലീസാണ്, ഇബ്ലീസാ. നിങ്ങൾ എപ്പോഴാണോ നന്മ ചെയ്യാൻ മനസ്സുകൊണ്ട് കൊതിക്കുന്നത്, ആ നന്മയിൽ നിന്ന് നിങ്ങളെ തെറ്റിച്ചുകൊണ്ട് പോകുന്നത് ആരെന്നറിയോ? അത് ഇബ്ലീസാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ആദം നബി അലൈഹിസ്സലാമയും ഹവ്വാ ബീബി റളിയല്ലാഹു അൻഹയും കൊണ്ടുപോയത് ആരാ? ഇബ്ലീസാണ്. നമ്മളെയും കൊണ്ടുപോകുന്നത് ആരാ? ഇബ്ലീസാണ്. നന്മ ചെയ്യാൻ അവസരം കിട്ടി അപ്പം ചെയ്യണം പ്രിയപ്പെട്ടവരെ. ആരൊക്കെ ചെയ്യുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്നാലും പൊവ്വൽ മഖാം റൂസിന്റെ പരിശുദ്ധമായ മജ്‌ലിസിൽ വന്നപ്പോൾ ആഗ്രഹത്തോടെ ചോദിക്കുകയാണ്, ഒരാളെങ്കിലും ബറക്കത്തിന് പറഞ്ഞാൽ മതി. ഞാൻ ഒരുപാട് വരെയൊന്നും എനിക്ക് വേണ്ട, ഒരാളെങ്കിലും ബറക്കത്തിന് പറഞ്ഞാൽ മതി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ബിസ്മില്ലാഹി മാഷാ അല്ലാഹ്. അല്ലാഹുവേ ഒരാളെ ബറക്കത്തിന് കൊണ്ട് ഇന്നത്തെ ദിവസം ഒന്ന് തുടങ്ങിയാൽ മതി. ഷാഫി സാഹിബ് പറഞ്ഞ മന്നാനി ഉസ്താദ് ഒന്ന് തുടങ്ങി തന്നാൽ മതി, ബാക്കി അടുത്ത ദിവസം കാരയിലേക്ക് വരണ ഉസ്താദ്മാർ റാഹത്താക്കിക്കോളും. അപ്പോൾ ഉസ്താദ് ഇന്നൊന്ന് തുടങ്ങിത്തരണേന്ന് പറഞ്ഞു. അതുകൊണ്ട് ചോദിക്കുക നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി. അപ്പോൾ ഇതിലൊന്ന് പൂഷണം അല്ലേ? പൂഷണം അല്ലേ? പൂഷണം സിമൻ്റൊക്കെ അല്ലേ വേണ്ടത്? 10 പാക്കറ്റ് ചോദിക്കണ്ട, 100 പാക്കറ്റ് ചോദിക്കണ്ട. 100 പാക്കറ്റ് ചോദിച്ചാൽ ഇതിന് പറയൂ. സിമൻ്റ് 100 പാക്കറ്റ് ചോദിച്ചാൽ പറയൂ. 100 പാക്കറ്റ് 200 പാക്കറ്റൊക്കെ ചോദിക്കുക, അതൊക്കെ പറയുന്ന ആളുണ്ട്. എന്തായാലും നന്മ ചെയ്യാൻ അള്ളാഹു നിങ്ങളുടെ മുമ്പിൽ ഒരു അവസരം നിന്ന് ഒരാളെങ്കിലും ബറക്കത്തിന് വേണ്ടി പറഞ്ഞാൽ അൽഹംദുലില്ലാഹ് റാഹത്താണ്. ഉമ്മമാര് മരണപ്പെട്ടവരുണ്ടെങ്കിൽ ഒന്ന് കൈവയ്ക്കും. ഉമ്മമാര് മരണപ്പെട്ടവർ സ്വതക്കൊന്നും കൊടുക്കണ്ട, മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ വെക്കുക അല്ലേ. ഇനി വാപ്പമാരുള്ള മരണപ്പെട്ടവരൊന്ന് കൈവെത്തി. ഇതാണ് എവിടെയും മാതാപിതാക്കൾ മരണപ്പെട്ടവരെ കൈവർത്താൻ പറഞ്ഞ ഏറ്റവും കൂടുതൽ കൈ വരുന്ന ആരുടെ കാര്യത്തിലെന്നറിയോ? വാപ്പമാരുടെ കാര്യത്തിലാണ്. ഒരു 3 തഹ്ലീൽ ചൊല്ലിക്ക്. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ തഹ്ലീലുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ തഹ്ലീലുകൾ ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞു പോയവരുടെ ഖബറുകളിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. പ്രത്യേകിച്ചും ഈ മജ്‌ലിസിൽ വന്നിരിക്കുന്ന പലരുടെയും മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. വാപ്പമാര് മരണപ്പെട്ടു പോയവരുണ്ട്, ഉമ്മമാര് മരണപ്പെട്ടു പോയവരുണ്ട്. അല്ലാഹുവേ, ആ മാതാപിതാക്കൾ ഇന്നത്തെ രാത്രിയിൽ ഖബറിന്റെ ഉള്ളിൽ കിടന്ന് സന്തോഷിക്കുന്നുണ്ട്. അവർ ഈ മജ്‌ലിസ് കാണുന്നുണ്ട്, ഞങ്ങളുടെ ദുആ കേൾക്കുന്നുണ്ട്, ഞങ്ങളുടെ ആമീൻ അറിയുന്നുണ്ട്. ഞങ്ങളെ ചൊല്ലിയ പരിശുദ്ധമായ തഹ്ലീലുകൾ അവർ കേൾക്കുന്നുണ്ട്. അല്ലാഹ്, അവർക്ക് നിന്റെ മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ്. അവരുടെ ഖബറുകളെ നീ വിശാലമാക്കണേ അല്ലാഹ്. സ്വർഗീയ ആരാമമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ വാപ്പ ഞങ്ങളെ വളർത്താൻ വേണ്ടി എത്ര രാത്രിയാണ് ഉറക്കമഴിച്ചത്, എത്ര പകലാണ് ഓടി നടന്നത്. ചുട്ടുപൊള്ളുന്ന സൂര്യന്റെ താപമേറ്റിട്ട് പോലും ആ താപം വകവയ്ക്കാതെ, ആ ചൂട് വകവയ്ക്കാതെ ആ വാപ്പ ചുമടെടുത്തത്, ആ വാപ്പ അധ്വാനിച്ചത് ഞങ്ങളെ വളർത്താനാണ്. ആ വാപ്പ ഇന്ന് പൊവ്വല് പള്ളിയുടെ ഖബർസ്ഥാനിൽ കിടപ്പുണ്ട്. അല്ലാ, ആ വാപ്പാടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. സ്വർഗീയ ആരാമമാക്കണേ അല്ലാ. സ്വർഗ പൂങ്കാവനമാക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങൾക്കൊരു തലവേദന വരുമ്പം, ഞങ്ങൾക്കൊരു പനി വരുമ്പോ എല്ലാവരും സുന്ദരമായി കിടന്നുറങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ വീടിന്റെ ഉള്ളിൽ ഉറങ്ങാത്ത 2 കണ്ണുണ്ടായിരുന്നു. അത് ഞങ്ങളുടെ ഉമ്മാടെ കണ്ണായിരുന്നു. ആ ഉമ്മാടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വന്നിട്ട് ഞങ്ങളെ മാറോട് ചേർത്ത് വെച്ചിട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മ ഞങ്ങളുടെ നിറകം തലയിൽ തടകിയിട്ട് ഉമ്മ പറയുമായിരുന്നു, മോനെ കരയല്ലേ മോനെ, മോളെ കരയല്ലേ മോളെ എന്ന് പറഞ്ഞ് ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ആ നെഞ്ചിന്റെ ചൂട് എത്ര ദിവസമാണ്
ദിവസമാണ് ഞങ്ങൾ ആസ്വദിച്ചത്. ആ നെഞ്ചിൽ കിടന്ന് എത്രയോ ദിവസമാണ് ഞങ്ങൾ ഉറങ്ങിയത്. റബ്ബേ, ഞങ്ങളുടെ ഉമ്മ ഇന്ന് ഖബറിന്റെ ഉള്ളിൽ ഒറ്റയ്ക്കാണ്. ആ ഉമ്മാക്ക് നിന്റെ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധ തഹ്ലീലിന്റെ മിസ്ൽ സവാബ് ആ ഉമ്മാടെ ഖബറിന്റെ ഉള്ളിൽ എത്തിക്കണേ അല്ലാ. ആ ഉമ്മാക്ക് നിന്റെ മഗ്ഫിറത്തും മർഹമത്തും നൽകണേ അല്ലാ. അല്ലാഹു സ്വീകരിക്കട്ടെ. എത്ര രാത്രിയാണ് എല്ലാവരും ഉറങ്ങിയപ്പോ നമ്മുടെ വീടിന്റെ ഉള്ളിൽ ഉറങ്ങാതെ ആ ഉമ്മയുടെ കണ്ണാണ്. നമുക്കൊരു തലവേദന വരുമ്പോ, ഒരു പനി വരുമ്പോ നമ്മളെ നെഞ്ചോട് ചേർത്ത് വെക്കും ആ നെഞ്ചിന്റെ ചൂട് നമ്മൾ എത്രയോ ദിവസമാണ് ആസ്വദിച്ചത്. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ദീർഘായുസ് കൊടുക്കട്ടെ, അവർക്ക് ആരോഗ്യം പ്രദാനം ചെയ്യട്ടെ, അവരോടൊപ്പം നാളെ സ്വർഗത്തിലെത്താൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും മർഹമത്തും സ്വർഗവും നസീബാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചോദിക്കുന്ന ആരെങ്കിലും പാപ്പമാര് മരണപ്പെട്ടവരുണ്ടെങ്കിൽ, ഉമ്മമാര് മരണപ്പെട്ടവരുണ്ടെങ്കിൽ, നിങ്ങൾ എന്ന് കൊടുക്കുന്ന സ്വതക്ക, ഈ മക്കാമിന് വേണ്ടി കൊടുക്കുന്ന സ്വതക്ക, ഉമ്മയ്ക്കാകട്ടെ വാപ്പയ്ക്കാകട്ടെ, നമ്മുടെ ജീവിതത്തിൽ ആദ്യമായി കേട്ട ഒരു നാമമുണ്ട്, ആദ്യമായി നമ്മൾ കൊഞ്ചി വിളിച്ച ഒരു പേരുണ്ട്. എന്താ? ആദ്യത്തിൽ കാതിൽ മുഴങ്ങിയ നാമം ബാങ്കിൻ മൊഴിയല്ലേ, ആദ്യം നാം നാവിൽ നുണഞ്ഞ മധുരം അമ്മിഞ്ഞ പാലല്ലേ, ആദ്യം നാം കേട്ടുള്ള ബാങ്കിൻ്റെ ഈരടി കലിമത്തിൻ മധുവല്ലേ, ആദ്യം നാം കൊഞ്ചി വിളിച്ചുള്ളതുമ്മാ എന്നുള്ള പേരല്ലേ, ആദ്യമായി നമ്മുടെ നാവ് കൊണ്ട് നുണഞ്ഞ മധുരം അത് നമ്മുടെ ഉമ്മാടെ അമ്മിഞ്ഞ പാലാണ്. അതിൽ നിന്നാണ് നമുക്ക് ആരോഗ്യമുണ്ടായത്, അതിൽ നിന്നാണ് നമുക്ക് ഊർജമുണ്ടായത്, ആർജവമുണ്ടായത്, അതിൽ നിന്നാണ് നമ്മുടെ ദുനിയാവിലെല്ലാം നേടിയെടുത്തത്. ആദ്യമായി നമ്മുടെ കുഞ്ഞിളം നാവ് കൊണ്ട് നമ്മൾ കൊഞ്ചി വിളിച്ച പേരേതെന്നറിയോ? ഉമ്മാ ഉമ്മാ ഉമ്മ എന്ന പേരാണ് ആദ്യമായി നമ്മുടെ നാവ് കൊണ്ട് നമ്മൾ കൊഞ്ചി വിളിച്ചത്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം നാളെ സ്വർഗത്തിലെത്താ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് തൗഫീഖ് നൽകണേ അല്ലാ. ആദ്യമായി നമ്മുടെ നാവ് കൊണ്ട് നുണഞ്ഞ മധുരം അത് നമ്മുടെ ഉമ്മാടെ അമ്മിഞ്ഞപ്പാലാണ്. അതിൽ നിന്നാണ് നമുക്ക് ആരോഗ്യം ഉണ്ടായത്, അതിൽ നിന്നാണ് നമുക്ക് ആർജവം ഊർജം ഉണ്ടായത്. ലോകം മുഴുവനും നമ്മൾ വാരിക്കത്തുണ്ടെന്നെങ്കിൽ അതിൽ നിന്നുണ്ടായ ആരോഗ്യമാണ്. ആദ്യമായി നമ്മുടെ നാവ് കൊണ്ട് കൊഞ്ചി വിളിച്ച പേര് ഉമ്മ എന്ന പേരാണ്. പലരും പറയാറുണ്ട്, ഉസ്താദേ 5 വയസ്സായി, 6 വയസ്സായി, 4 വയസ്സായി, മകൻ ഇതുവരെ സംസാരിക്കുന്നില്ല, മകൾ ഇതുവരെ സംസാരിക്കുന്നില്ല, പക്ഷേ ഉമ്മ എന്ന് വിളിക്കുന്നുണ്ട്, ഉമ്മ എന്ന് വിളിക്കുന്നുണ്ട്. നമ്മൾ ആദ്യം വിളിച്ച പേര് ഉമ്മ, അതാണ്. അള്ളാഹു അവർക്ക് ദീർഘായുസ്, ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ദീർഘായുസും ആഫിയത്തും കൊടുക്കട്ടെ. മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും കൊടുക്കട്ടെ. ഇതിൽ ഉമ്മയെ സ്നേഹിക്കുന്ന വാപ്പയെ സ്നേഹിക്കുന്ന എത്ര പേരുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ജീവിച്ചിരിക്കുന്നവരാകട്ടെ മരണപ്പെട്ടവരാകട്ടെ, ആരെങ്കിലും ഒരാൾ ബറക്കത്തിനുവേണ്ടി ഇന്നത്തെ ദിവസം തുടങ്ങി തന്നാൽ മതി, ബാക്കി നാളെ നിങ്ങൾ കൊടുത്താൽ മതി. ഒരാൾ ഇന്ന് ബറക്കത്തിനുവേണ്ടി, പക്ഷെ കൊടുക്കുന്നത് വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. അത് കൂടിപ്പോ കുറഞ്ഞു എന്ന് എനിക്കറിഞ്ഞൂടാ, എന്നാലും ബറക്കത്തിന് വേണ്ടി ചോദിക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിക്ക് വേണ്ടി, നമ്മുടെ ഈ മക്കാമിൻ്റെ സുന്ദരമായ പടിക്ക് വേണ്ടി ഒരു 50 ബക്കറ്റ് സിമന്റിന്റെ പൈസ ഞാൻ കൊടുത്തേക്കാം ഉസ്താദെ എന്ന് നീയത്തോടെ. പേര് അബ്ദുൽ ഖാദർ ഹാജി അല്ലേ? അബ്ദുൽ ഖാദർ ഹാജി. വാപ്പ മരണപ്പെട്ട, ഉമ്മായി മരണപ്പെട്ടല്ലോ. ചെല്ലിക്കോര് 3 തഹ്ലീൽ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ
ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അല്ലാഹുവേ, ഞങ്ങൾ ചൊല്ലിയ പരിശുദ്ധമായ തഹ്ലീലുകളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ തഹ്ലീലുകൾ ചൊല്ലാൻ കാരണക്കാരനായ അബ്ദുൽ ഖാദിർ ഹാദി എന്ന് പറയുന്ന പ്രിയപ്പെട്ട സഹോദരൻ, ആ സഹോദരൻ പറഞ്ഞ സ്വതക്കയെ നീ ഖബൂലാക്കണേ അല്ലാഹ്.